ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്ന് കേസരി ബഷീറിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അസാധാരണമായ ഒരു വാക്യമാണത്. കേസരി അക്കാലത്ത് ബഷീറിനെ കുറിച്ച് എഴുതിയപ്പോൾ ഇന്ന് കൂടുതൽ പ്രസിദ്ധിയുള്ളത് എസ് കെ പൊറ്റക്കാടിനാണെങ്കിലും ഭാവിയിൽ വലുതാകാനിരിക്കുന്ന എഴുത്ത് ബഷീറിൻ്റെതാണ് എന്ന് 30കളിൽ 40കളിലൊക്കെ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് കേസരി വാക്യം എഴുതുന്നത്. ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്നൊരു വാക്യം. മനുഷ്യർ വാസ്തവത്തിൽ പലതരത്തിൽ ലോകത്ത് ജീവിക്കും. ചിലർ ലോകമുണ്ടാക്കുന്ന ക്രമങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ക്രമത്തിൻ്റെ ഭാഗമായി ജീവിക്കും. മഹാഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ക്രമത്തിൽ, ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ, ഒരു നിയമ സംവിധാനത്തിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ് പൊതുവിൽ മനുഷ്യർ പിന്തുടർന്നു പോരുന്നൊരു രീതി. അതൊരു തൊഴിൽ സ്ഥാപനമാകാം, അത് ഭരണപരമായി നിയന്ത്രിക്കപ്പെടുന്ന ആശയങ്ങളുടെ ലോകമാകാം. അതിനകത്ത് താരതമ്യേന ഭദ്രമായ, താരതമ്യേന കൃത്യതയുള്ള ഒരു ജീവിതമാണ് ഭൂരിഭാഗം മനുഷ്യർ ജീവിക്കുക. ഒരർത്ഥത്തിൽ അതൊരു ഏകമാന ജീവിതമാണ് എന്ന് പറയാം. വൺ ഡയമെൻഷണൽ മാൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ഹെർബർട്ട് മാർക്യൂസ് നമ്മുടെ കാലത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ എഴുതുന്നുണ്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സാധ്യത ഒരു പ്രകൃതത്തിലല്ല, ഒരു പ്രകാരത്തിലല്ല, അനവധി പ്രകാരങ്ങളിൽ ജീവിക്കാനുള്ള സാധ്യതയുള്ളതാണ് മനുഷ്യൻ ജീവിതം. മാർസിനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, ഒരാൾ എപ്പോഴാണ് സ്വതന്ത്രനാവുന്നത്? വളരെ അസാധാരണമായൊരു ഉത്തരം മാർസ് ആ ചോദ്യത്തിന് പറയുന്നത്, ഒരാൾ രാവിലെ ഷേക്സ്പിയർ വായിക്കുകയും പിന്നെ മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് തത്വചിന്തയിൽ ഏർപ്പെടുകയും വൈകിട്ട് ഗുസ്തി പിടിക്കുകയും രാത്രി ബിഥോവൻ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ സ്വതന്ത്രനാവുന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഷികമായ സാധ്യതകളുടെ എല്ലാ പടവിലും ജീവിക്കാൻ ഒരാൾക്ക് കഴിയുന്നതാണ് സ്വാതന്ത്ര്യം. അതല്ലാതെ ക്രമപ്പെട്ട ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ ഒരേ പടവിൽ ഒരേ ആവൃത്തിയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യാവസ്ഥയുടെ ഒരു അന്യവൽക്കരണമാണ്, ഏലിയനേഷനാണെന്ന് മാർക്സ് കരുതിയിരുന്നു. അതുകൊണ്ട് നമ്മൾ പക്ഷെ അങ്ങനെയല്ല. ഗുസ്തിക്കാരൻ എന്നും ഗുസ്തി പിടിക്കണം എന്ന് നമ്മൾ കരുതുന്നു, സംഗീതജ്ഞൻ എന്നും സംഗീതത്തിലായിരിക്കണം എന്ന് കരുതുന്നു, തത്വചിന്തകൻ തത്വചിന്തയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന് കരുതുന്നു. ഇത് ജീവിതം ഉണ്ടാക്കുന്ന ഒരുതരം അന്യത്വമാണ്. നാം ആയിരിക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത മട്ടിൽ, അഥവാ നമ്മുടെ സാധ്യതകളുടെ എല്ലാ ആവിഷ്കാരങ്ങളെയും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത മട്ടിലുള്ള ഒരു ജീവിതത്തിൽ മനുഷ്യർ തളയ്ക്കപ്പെടുന്നു എന്നത് ആധുനിക കാലത്തെ മനുഷ്യജീവിതത്തിൻ്റെ വലിയ പരാധീനതയായിട്ട് പലരും പറയാറുണ്ട്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ പൊതുവിൽ ജീവിതത്തിൻ്റെ ഒരു പടവിൽ, ഒരു പ്രകാരത്തിൽ തളഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബഷീർ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നില്ല. ചില മനുഷ്യർ പല പ്രകാരങ്ങളിൽ ജീവിക്കുകയും പല പ്രകാരങ്ങളിലൂടെ തങ്ങളുടെ ജീവിതത്തെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതോടെ അവർക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്തെന്ന് വെച്ചാൽ, അവരുടെ ജീവിതം വളരെ ആഴത്തിൽ വൈരുദ്ധ്യങ്ങളുള്ളതായി തീരും എന്നതാണ്. വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സഹജമായൊരു സ്വഭാവമാണ്. വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളയാനോ വൈരുദ്ധ്യങ്ങളെ മൂടി വയ്ക്കാനോ വൈരുദ്ധ്യങ്ങളില്ലെന്ന് നടിക്കാനോ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ കേസരി കരുതിയിരുന്നത്. അതുകൊണ്ട് ബഷീറിനെ വിഴുങ്ങിയ
തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇങ്ങനെ നാനാപ്രകാരങ്ങളിൽ പലതരം വൈരുദ്ധ്യങ്ങളിൽ ആണ്ടുമുഴുകുകയും ആ വൈരുദ്ധ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയും ഒരുപക്ഷെ അതുണ്ടാക്കുന്ന സന്നിഗ്ധതകളെ സങ്കീർണതകളെ മടികൂടാതെ അഭിമുഖീകരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ബഷീർ എന്നുകൂടിയാണ്. കേസരി അദ്ദേഹത്തിൻ്റെ ആത്മകഥ പിൽക്കാലത്ത് ആരെങ്കിലും എഴുതുകയാണെങ്കിൽ ആ ആത്മകഥയുടെ ലക്ഷ്യവാചകമായി സ്വീകരിക്കേണ്ട ഒരു ആദർശം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ നോട്ട്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് മാർസൽ പ്രൂസ്റ്റ് എന്ന് പേരായ ലോകത്തെ വലിയ നോവലിസ്റ്റുകളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ റിമംബറൻസസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്ന നോവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമാണ്. അതിൻ്റെ ഏകദേശ ആശയം ഇതാണ്. ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ശരിയായി മനസ്സിലാക്കാൻ അയാൾ ജീവിച്ച കാലത്തെ മനസ്സിലാക്കണമെന്ന് നാം തെറ്റായി ധരിച്ചു പോരുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു കാലത്തെ മനസ്സിലാക്കാൻ ഒരാളുടെ അന്തരാത്മാവിലേക്ക് ചുഴിഞ്ഞു നോക്കുകയാണ് വേണ്ടത് എന്നാണ്. ഇത് നമ്മൾ സാധാരണ കരുതുന്നതിന് വിപരീതമാണ്. നമ്മൾ സാധാരണ കരുതുക ഒരാളെ മനസ്സിലാക്കാൻ അയാൾ ഏത് കാലത്ത് ജീവിച്ചു, ആ കാലത്തിൻ്റെ ഗതികൾ എന്തൊക്കെയായിരുന്നു, ആ കാലം എങ്ങനെയൊക്കെ അയാളെ സ്വാധീനിച്ചു, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പൊതുവെ കരുതുക. കേസരി പക്ഷേ മറിച്ചൊരാശയാണ് പറയുന്നത്. ഒരു കാലത്തെ മനസ്സിലാക്കാൻ ഒരാളുടെ അന്തരാത്മാവിലേക്ക് ചുഴിഞ്ഞു നോക്കുകയാണ് വേണ്ടത്. കാരണം ആഴത്തിൽ ചരിത്രത്തിൽ ജീവിക്കുന്ന ഒരാൾ ഈ വൈരുദ്ധ്യങ്ങൾക്കകത്ത് പെട്ടുപോവുകയും ആ വൈരുദ്ധ്യങ്ങൾ അയാളെ തന്നെ നിരന്തരം ഒരു സംഘർഷ ഭൂമികയാക്കി മാറ്റുകയും ചെയ്യും. വലിയ മനുഷ്യരെ നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അവർ നിന്നിടത്ത് നിൽക്കുന്ന ആളുകളല്ല, അവർ മാറിക്കൊണ്ടേയിരിക്കുന്ന ആളുകളിൽ ഒരാളാണ്. ഇപ്പോൾ ഗാന്ധി ഒരിക്കൽ പറയുന്നൊരു വാക്യം എന്താണെന്ന് വെച്ചാൽ, ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയും. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല എന്ന് പറയും. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെൻറ്റ് ടു മൊമെൻറ്റ് ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് മേ ഫോൾ അപ്പോൺ മീ. ഞാൻ ഓരോ നിമിഷത്തോടും സത്യസന്ധനാണെങ്കിൽ എന്നിൽ വന്നു വീഴുന്ന അസ്ഥിരതകളെ ചൊല്ലി ഞാൻ വ്യാകുലപ്പെടുന്നുമില്ല എന്ന്. അതുകൊണ്ട് മാറുക എന്നുള്ളത് പ്രധാനമാണെന്നും തന്നോട് തന്നെ ഒരു വൈരുദ്ധ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും വലിയ ആളുകൾക്കറിയാമായിരുന്നു. നിന്നിടത്ത് നിൽക്കലല്ല, അവരവരെ തന്നെ തിരുത്തിക്കൊണ്ടിരിക്കലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്. ഇത് നമുക്ക് വലിയ എഴുത്തുകാരിലൊക്കെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. സാധാരണ ആളുകൾ അഭിപ്രായ സ്ഥിരത, പണ്ട് വിജയമാഷ് പറയും, ഒരാൾ 50 കൊല്ലമായിട്ട് ഒരേ അഭിപ്രായം തന്നെ പറയുന്നു എന്നതിൻ്റെ അർത്ഥം ഒന്നിൽ അയാൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം ലോകത്തെ പറ്റിക്കുന്നു എന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് 50 കൊല്ലം ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ലോകം മാറുന്നല്ലോ. മാറുന്ന ലോകത്തിൻ്റെ മുഖത്ത് നോക്കി സത്യം പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് വൈരുദ്ധ്യം എന്നുള്ളത് വാസ്തവത്തിൽ വലിയ എഴുത്തിലെ ഒരു പോരായ്മയല്ല, വലിയ എഴുത്തിലെ ഒരു സാധ്യതയാണ്. ഈ സാധ്യതയിൽ ജീവിച്ച ഒരാളായിരുന്നു ബഷീർ എന്നതാണ് ഒരു പക്ഷേ ബഷീറിൻ്റെ എഴുത്തിനെ, ബഷീറിൻ്റെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുമാരനാശാനെ പോലെ ഒരാളെയോ അല്ലെങ്കിൽ വൈലോപ്പിള്ളിയെ പോലെ ഒരാളെയോ, മലയാളത്തിലെ വലിയ എഴുത്തുകാരെയൊക്കെ നോക്കിയാൽ, മലയാളത്തിലെ എന്നല്ല ലോകത്തിലെ ഏത് വലിയ എഴുത്തുകാരനെ നോക്കിയാലും നിങ്ങൾക്ക് ഈ വൈരുദ്ധ്യങ്ങൾ കാണാനായിട്ട് കഴിയും. അത് പല നിലയ്ക്കാണ്. ഇപ്പോൾ ടോൾസ്റ്റോയ് കരുതിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല നോവൽ അദ്ദേഹം അവസാന കാലത്ത് എഴുതിയ റിസറക്ഷൻ എന്ന് പറയുന്ന നോവലാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ്. വാസ്തവത്തിൽ പൊതുവിലെ ആളുകൾ കരുതുന്നത് ടോൾസ്റ്റോയുടെ ഏറ്റവും മോശം നോവലാണ് അതെന്നാണ്. പക്ഷെ അദ്ദേഹം കരുതിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച നോവൽ അതാണെന്നാണ്. അദ്ദേഹം അന്നാ കരീനയെ അദ്ദേഹത്തിൻ്റെ ചെറുമകൾ വായിക്കുന്നത് കണ്ടിട്ട് ആ കുഞ്ഞിനോട് ചോദിച്ചു, അത്രേ നിനക്ക് മെച്ചപ്പെട്ട എന്തെങ്കിലും വായിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നാ വലിയ നോവലാണല്ലോ, നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നോവലാണ്. വളരെ സരളായിട്ട് തോന്നും, പക്ഷെ വളരെ സങ്കീർണമാണ്. അന്നയുടെ തുടക്കത്തിൽ ആദ്യ വാക്യമുണ്ട്, ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി ഇൻ ദ സെയിം വേ, ഈച്ച് അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ എന്നാണ് തുടങ്ങുന്നത്. അസാധാരണമായൊരു വാക്യമാണ്. എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും സന്തുഷ്ടമായിരിക്കുന്നത് ഒരേ തരത്തിലാണ്, അസന്തുഷ്ടങ്ങളായ ഓരോ കുടുംബവും അസന്തുഷ്ടമായിരിക്കുന്നത് ഓരോ തരത്തിലാണ് എന്നതാണ്. അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ വിരസതയായി തീരുകയും ജീവിതം എന്ന് പറയുന്നത് ഒരു നിരർത്ഥകതയായി തോന്നുകയും ചെയ്യുമ്പോൾ മനുഷ്യരിതിൻ്റെ ഈ കെട്ട് പൊട്ടിക്കാൻ ശ്രമിക്കും എന്ന് ടോൾസ്റ്റോയ് എഴുതുന്നുണ്ട്. ആ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നോവലിൻ്റെ ഹൃദയവാക്യമാണ് ആ വാക്യം.
ആദ്യ വാചകത്തിൽ ആ നോവൽ മുഴുവൻ സംഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ടോൾസ്റ്റോയിയെ പോലെ ഒരു എഴുത്തുകാരന് തൻ്റെ എഴുത്തിനെ തന്നെ നിരസിക്കാൻ തോന്നുന്ന മട്ടിൽ, അല്ലെങ്കിൽ ഏതെഴുത്തുകാരിലും സന്നിഹിതമാകുന്ന വലിയ വൈരുദ്ധ്യങ്ങളുടെ ഒരു ലോകം വാസ്തവത്തിൽ എഴുത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രകൃതമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജീവിതമെന്ന് പറയുന്നത്, യാഥാർത്ഥ്യമെന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ കൂടി കലങ്ങി നിൽക്കുന്ന ഒന്നാണ്. വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒന്നല്ല, സംഘർഷങ്ങളില്ലാത്ത ഒന്നല്ല. ആ വൈരുദ്ധ്യങ്ങളിൽ ഒരാൾ വേരാഴ്ത്താൻ തുടങ്ങുന്നതോടെ വാസ്തവത്തിൽ കല എന്ന് പറയുന്നത് വലിയ സംഘർഷങ്ങളുടെ ഒരു മേഖലയായിട്ട് മാറിത്തീരും. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ, ഒരു എഴുത്തുകാരിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ദൗത്യം ശരിയായ ആശയങ്ങൾ കൃത്യമായി പറയുക എന്നതിനേക്കാൾ ഈ സംഘർഷങ്ങളിലേക്ക് വേരാഴ്ത്തി നിൽക്കുക എന്നതാണ്. ശരിയായ ആശയത്തിൻ്റെ ഒരു തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ശരി വളരെ പെട്ടെന്ന് തെറ്റായി തീരുകയും അതോടെ ഈ എഴുത്ത് റദ്ദായി പോവുകയും ചെയ്യും. മറിച്ച് വൈരുദ്ധ്യങ്ങളാണെങ്കിൽ ഇപ്പം തെളിയാത്തത് പിന്നീട് തെളിഞ്ഞു വരും. എങ്ങനെയാണ് ഈ സമകാലികത എന്നൊരാശയത്തെക്കുറിച്ച് നമ്മുടെ കാലത്തെ വലിയ ചിന്തകനായ അകമ്പൻ ഒരാശയം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സമകാലികത എന്ന് പറയുന്നത്, കണ്ടംപററിനെസ് എന്ന് പറയുന്നത് ബീയിങ് ഇൻ ദ പ്രസൻറ്റ് എന്നതല്ല, വർത്തമാനത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല സമകാലികത. അതതിൻ്റെ ഏറ്റവും പെരിഫറലായിട്ടുള്ള, ഏറ്റവും വിപ്ലവമായ ഒരർത്ഥമാണ്. സമകാലികതയുടെ സൂക്ഷ്മാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർത്തമാനത്തിൽ ജീവിക്കുമ്പോഴും വർത്തമാനത്തിൽ തെളിയാതിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ കാണലാണ് സമകാലികത. ഈ കാലത്തിൻ്റെ വെളിച്ചത്തെയല്ല, ഈ കാലത്തിൽ കാണാത്ത ഇരുട്ടിനെ, ഈ കാലത്തിൻ്റെ നൈരന്തര്യത്തെയല്ല, അതിൻ്റെ ഇടർച്ചകളെ, അതിൻ്റെ പിളർപ്പുകളെ, അതിൻ്റെ ഉള്ളിലെ ആഴമേറിയ സംഘർഷങ്ങളെ, അതിലേക്ക് കണ്ണു ചെല്ലുന്ന ഒരാളാണ് സമകാലികൻ. അതല്ലാതെ സമകാലികത വർത്തമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കലല്ല എന്ന് അകമ്പൻ പറയുന്നുണ്ട്. ബഷീർ അങ്ങനെ സമകാലികനായ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം വർത്തമാനത്തിൽ മാത്രമല്ല ജീവിച്ചത്, അദ്ദേഹം വർത്തമാനത്തിന് അപ്പുറത്തേക്ക്, ഒരുപക്ഷെ അന്ന് വളരെ പതുക്കെ മാത്രം തെളിഞ്ഞു തുടങ്ങിയിരുന്ന പല ആശയങ്ങളെയും തൻ്റെ കൃതികളിലേക്ക് പല രൂപത്തിൽ സന്നിവേശിപ്പിക്കുകയും ഒരുപക്ഷെ ഭാവിയിൽ മാത്രം തെളിഞ്ഞു വരാവുന്ന സൂചനകളെ പല രൂപത്തിൽ തൻ്റെ എഴുത്തുകളിൽ നിലനിർത്തുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എഴുതിയിരുന്ന കേശവദേവിനെയോ അല്ലെങ്കിൽ പൊൻകുന്നം വർക്കിയെയോ ഒക്കെ പോലുള്ള എഴുത്തുകാർ താരതമ്യേന കാലത്തിൻ്റെ പിന്നിലേക്ക് പതിയെ പതിയെ നീങ്ങുമ്പോഴും ബഷീർ മുന്നിലേക്ക് വരുന്നത്. ബഷീറിൻ്റെ എഴുത്ത് റദ്ദാവാതിരിക്കുന്നതിൻ്റെ കാരണം ആ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു എന്നതാണ്. ആ കാലത്തിൻ്റെ പ്രകാശത്തെ മാത്രമല്ല, ഒരുപക്ഷെ ആ കാലത്തിൻ്റെ ഇരുട്ടിനെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ എഴുത്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കാലത്തിൻ്റെ വെളിച്ചത്തെ മാത്രം പ്രകാശിപ്പിക്കലല്ല, ആ കാലത്തിൻ്റെ ഇരുട്ടിനെ കാണലാണ്. വലിയ കലയുടെ ദൗത്യം അതാണ്. അത് ആ ഇരുട്ടിലേക്ക് കൂടിക്കടക്കും, അതിൻ്റെ മുദ്രകൾ ഇങ്ങനെ ഏറ്റെടുക്കും. ഇങ്ങനെ ഏറ്റെടുത്ത ഒരു എഴുത്താണ് ബഷീറിൻ്റേത് എന്നതുകൊണ്ടാണ് കേസരി ഈ വാക്യം പറഞ്ഞത്. കേസരിയുടെ അസാധാരണമായ ഒരു വാക്യമാണ്, ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ് എന്ന ഒരു വാക്യമാണ് കേസരി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ബഷീർ, വിജയമാഷ് ബഷീറിനെ കുറിച്ച് പറയുന്നുണ്ട്, അനുഭവങ്ങളുടെ ഒരു ഭൂഖണ്ഡം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നുണ്ട്. ഒരു പുതിയ കോണ്ടിനെൻ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നു. അതുവരെ മനുഷ്യരെന്ന് നാം കരുതിയിരുന്നതിനപ്പുറത്തേക്ക് മനുഷ്യാവസ്ഥയെ ബഷീർ കൊണ്ടുപോവുകയുണ്ടായി എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം തന്നെ ഒരുപക്ഷെ ബഷീർ മലയാളത്തിൽ അതിനു മുമ്പോ മിക്കവാറും അതിന് ശേഷമോ ആരും ജീവിച്ചിട്ടില്ലാത്ത നിലയിൽ ജീവിച്ച ഒരാളാണ് എന്നാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അർത്ഥപൂർണമായിട്ട് വേറെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാനൊരു എഴുത്തുകാരനായിരിക്കുന്നു എന്നാണ് അദ്ദേഹം കരുതുന്നത്. എനിക്ക് ഇതല്ലെങ്കിൽ വേറെ ചില ജോലികളൊക്കെ ചെയ്യാൻ അറിയാം, എനിക്ക് പാചകം അറിയാം, അല്ലെങ്കിൽ എനിക്ക് വീട്ടുകാര്യങ്ങൾ ചെയ്യാനറിയാം, അതുപോലെ ഞാനൊരു എഴുത്തുകാരനുമായിരിക്കുന്നു എന്നൊരു പക്ഷേ എഴുത്ത് എന്ന് പറയുന്ന ഒന്നിനെ ആദ്യം ഡീമിസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരാൾ ബഷീറാണെന്ന് പറയാം. അദ്ദേഹം പല ജോലികൾ ചെയ്ത ഒരാളാണെന്ന് നമുക്കറിയാം. അദ്ദേഹം സന്യാസിയാവാൻ ശ്രമിച്ച ഒരാളാണ്, സൂഫിയായിട്ട് ജീവിച്ച ആളാണ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ഒരാളാണ്, പോക്കറ്റടിക്കാരനായിട്ടും കുറച്ചു കാലം ജീവിച്ച ഒരാളാണ്, ഒരു പിമ്പായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരൊന്നും അങ്ങനെ ജീവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ബഷീറിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ബഷീറിനെ കുറിച്ച് അക്കാലത്തുണ്ടായിരുന്ന ഒരു വലിയ ആക്ഷേപം, അദ്ദേഹത്തിനെതിരെ ഒരു പുസ്തകമെല്ലാം വരെ ഉണ്ടായി, നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിഞ്ഞുകൂടാ, ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ എന്ന പേരിൽ ബഷീറിനെതിരെ ഒരു പുസ്തകം വരെ ഉണ്ടായി. ആ പുസ്തകത്തിന്
അവതാരിക എഴുതിയ നമ്മുടെ പ്രധാന വിമർശകരിൽ ഒരാൾ പറഞ്ഞത് ബഷീറിന് ഭാവന കുറവാണ് എന്നാണ്. ഇപ്പോൾ വിജയൻ മാഷ് അതേക്കുറിച്ച് പറഞ്ഞത് ബഷീറിൻ്റെ ജീവിതം നിങ്ങളുടെ ഭാവനയേക്കാൾ വലുതാണ് എന്നതുകൊണ്ടാണ് ബഷീറിന് ഭാവന വേണ്ടാതെ വരുന്നത് എന്നാണ്. കാരണം ഒരു പിമ്പായിട്ട് ജീവിച്ച ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു പോക്കറ്റടിക്കാരനായിട്ട് ജീവിച്ച ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ കപ്പലിലെ ഖലാസിയായിട്ട് ജീവിച്ച ഒരെഴുത്തുകാരൻ, സന്യാസിയായിട്ട് സഞ്ചരിച്ച ഒരെഴുത്തുകാരൻ, ഇങ്ങനെ നാനാപ്രകാരങ്ങളിൽ ജീവിച്ച ഒരു എഴുത്തുകാരനെ ഒരുപക്ഷെ നമ്മുടെ ഭാഷ അതിനു മുമ്പും പിമ്പും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരാളുടെ ജീവിതം താരതമ്യേന അനുഭവങ്ങളെക്കാൾ വലുതായിരിക്കുന്നതോടെ അയാളുടെ അനുഭവം തന്നെ ഭാവനയോളം വലിപ്പമുള്ളതോ ഭാവനയേക്കാൾ വലിപ്പമുള്ളതോ ആയിത്തീരുന്നു എന്നതൊരു സാധ്യതയാണ്. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ യാതൊരു അനുഭവമില്ലാതെയും ആളുകൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ മാർസൽ പ്രൂസ്റ്റ് അങ്ങനെ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് ശ്വാസകോശ രോഗവും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പൊടി വലിയ അലർജി ആയതുകൊണ്ട് കാര്യമായിട്ട് പുറത്തു പോകാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹം ഏതാണ്ട് ഒരു അടഞ്ഞ മുറിക്കകത്താണ് തൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലം, 3/4 പങ്കും കഴിഞ്ഞത് അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം നോവൽ എഴുതിക്കൊണ്ടിരുന്നത്. ആ നോവലാണ് റിമംബറൻസസ് ഓഫ് തിങ്സ് പാസ്റ്റ് പേരിൽ പുറത്തു വരികയും ഒരുപക്ഷെ ലോക നോവലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ രചനയായിട്ട് മാറിത്തീരുകയും ചെയ്തത്. അതേസമയം ഡസ്റ്റോവ്സ്കിയെ പോലെ ഒരാളാകട്ടെ ഏറ്റവും ഒരുപക്ഷെ ബഷീറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ ആ വൈരുദ്ധ്യങ്ങളിലും ചൂതാട്ടങ്ങളിലും വിഷാദരോഗത്തിലും മാനസികമായ തകർച്ചകളിലും ഒക്കെ ചെന്നുപെട്ടൊരു മനുഷ്യനെ, പിശാചിനെ നേരിക്കണ്ട ഒരാളാണ് ഡസ്റ്റോവ്സ്കി എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ പിശാചിൻ്റെ കൂടെ നടന്ന ഒരാളാണ് ഡസ്റ്റോവ്സ്കി എന്ന് അദ്ദേഹത്തെ വായിച്ചാൽ നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞത് ബഷീറിൻ്റെ ജീവിതത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ക്രമങ്ങൾ ഉണ്ടാവുന്നു. വ്യത്യസ്ത ക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സന്യാസിയുടെ ജീവിതം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതമല്ല, അല്ലെങ്കിൽ ഒരു പിമ്പിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതമല്ല. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കാൻ സന്നദ്ധനാവുകയും ഈ വൈരുദ്ധ്യങ്ങളെ തൻ്റെ എഴുത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യുക എന്നത് വലിയ എഴുത്തുകാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. വലിയ എഴുത്തുകാരുടെ ഒരു സവിശേഷത അവരെ തന്നെ നിരന്തരം ഭേദിക്കുകയോ അവരെ തന്നെ മറികടക്കുകയോ ഒരു ക്രമത്തിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ അവർ മടി കാണിക്കുകയോ ചെയ്യും. നമ്മുടെ സാധാരണ എഴുത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും സൂക്ഷ്മരൂപത്തിൽ ഒരു അടിസ്ഥാന ഘടന എഴുത്തിൽ ആവർത്തിക്കുന്നുണ്ടാവും. മിക്കവാറും എഴുത്തുകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. വലിയ എഴുത്തിലാണ് ഈ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന ഒന്നിനെ മറികടക്കുകയും. ഇപ്പം നമ്മുടെ വലിയ നടന്മാരെ നോക്കിയാൽ ചുരുക്കം അത്യപൂർവ നടന്മാരിലാണ് സ്വന്തം ശരീരഭാഷയെ ഒരാൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ബാക്കി മിക്കവാറും നടന്മാരിൽ ഏത് വേഷം സ്വീകരിച്ചാലും ഈ ബേസിക്കായ ഒരു ബോഡി ലാംഗ്വേജും അതിൻ്റെ സ്ട്രക്ചറും നിലനിൽക്കും. വലിയൊരു നടനാണെങ്കിൽ അയാൾ ഈ ശരീരത്തെ അങ്ങ് വിടും, അവരവരെ വിട്ടുകളയും. അത് ഇതിൽ മാത്രമല്ല കേട്ടോ, വലിയ ചിന്തകന്മാർ വലിയ മനുഷ്യർ ചെയ്യുന്ന അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങളെ തന്നെ വിട്ടുകളയും എന്നുള്ളതാണ്. ഇപ്പോൾ നാരായണ ഗുരു അങ്ങനെ ചെയ്ത ഒരാളാണ്. നാരായണ ഗുരുവിൻ്റെ ഒരു വലിപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ വിട്ടുകളഞ്ഞ ഒരാളാണ്. വിട്ടുകളയാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്തൊന്നുമല്ല. സമ്പത്തും പദവിയും ഒക്കെ നമുക്ക് വിട്ടുകളയാൻ പറ്റും. അവരവരെ വിട്ടുകളയലാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഗുരു അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഗുരുവിൻ്റെ ഒരു വലിപ്പം വേണമെങ്കിൽ അതാണെന്ന് പറയാം. അപ്പോൾ ഗുരു വിഗ്രഹപ്രതിഷ്ഠയൊക്കെ നടത്തും. വിഗ്രഹപ്രതിഷ്ഠയൊക്കെ നടത്തിയ സമയത്ത് നമ്മുടെ വാഗ്ബടാനന്ദൻ ഗുരുവിനെ കാണാൻ വരികയും ഗുരുവിൻ്റെ സംഭാഷണ മധ്യേ പറയും, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല എന്ന് പറയും. വിഗ്രഹപ്രതിഷ്ഠയെക്കുറിച്ചാണ്. അപ്പോൾ ഗുരു അതെല്ലാം കേട്ടിട്ട് പറയും, നാമും യോജിക്കുന്നില്ല എന്ന് പറയും. മൂപ്പര് നടത്തുന്ന പ്രതിഷ്ഠയെക്കുറിച്ചാണ്. നാമും യോജിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ വാഗ്ബടാനന്ദൻ ചോദിക്കും, പിന്നെ എന്തിനിത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഗുരു പറഞ്ഞ ഉത്തരം, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഈ അവരവരെ വിട്ടുകളയുമ്പോൾ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. വലിയ എഴുത്തുകാർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ഉള്ളിലുള്ള എഴുത്തിനെയോ ജീവിതത്തെയോ കുറിച്ചുള്ള ഒരു ഫ്രെയിമിനെ, ഒരു ചട്ടക്കൂടിനെ ആവർത്തിക്കുന്നതിന് പകരം അതിനെ തന്നെ ഭേദിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വലിയ എഴുത്തുകളിൽ അവരവരോട് തന്നെ ഏറ്റുമുട്ടുന്ന എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റും.
തങ്ങളോട് തന്നെ ഇടയുന്ന ആളുകളെ കാണാൻ പറ്റും. അവരെഴുതിയതിനോട് അവർ തന്നെ ഇടയുന്നുണ്ടാവും. അതുകൊണ്ട് വലിയാല സഖി എഴുതിയ ബഷീറിനെ അല്ല നമ്മളൊരു പക്ഷേ പാത്തുമ്മയുടെ ആടിൽ കാണുക. വലിയാല സഖിയിലെ ഭാഷയല്ല നമുക്ക് പാത്തുമ്മയുടെ ആടിൽ കാണാൻ പറ്റുക. അത് ഞാൻ പിന്നാലെ പറയാം. ഇങ്ങനെ ഭാഷയിലായാലും പ്രമേയത്തിലായാലും ജീവിത വീക്ഷണത്തിലായാലും വലിയ തോതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുക എന്നത് വാസ്തവത്തിൽ നല്ല എഴുത്തിൻ്റെ ഒരടയാളമാണ്. ഇപ്പോൾ വൈലോപ്പിള്ളിയെ പോലെ എടശ്ശേരിയെ പോലെയൊക്കെ ഉള്ള മലയാളത്തിലെ വലിയ കവികളെ നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. എടശ്ശേരി ഒരു ഭാഗത്ത് കുറ്റിപ്പുറം പാലം പോലെ നമ്മുടെ വ്യാവസായിക നാഗരികതയൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് അതിലെ വൈരുദ്ധ്യങ്ങളെയോ അതുണ്ടാക്കാനിരിക്കുന്ന വിപത്തിനെയോ ആദ്യം ചൂണ്ടിക്കാണിച്ച കവികളിലൊരാളായിരുന്നു എടശ്ശേരി. അദ്ദേഹത്തിൻ്റെ കുറ്റിപ്പുറം പാലം അവസാനിക്കുന്നത് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പപേരാറേ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്ക് ചാലായി എന്നിങ്ങനെ യന്ത്ര നാഗരികതയുടെ പെരുപ്പം വാസ്തവത്തിൽ ജീവിതത്തെ ഒരു അഴുക്കുചാല് പോലെ, ഒരു നദി അഴുക്കുചാല് പോലെ ആക്കി ജീവിതത്തെ അത്രമേൽ നിരർത്ഥകമാക്കി തീർക്കുമെന്ന് 1950കളിൽ തന്നെ എടശ്ശേരി എഴുതുന്നുണ്ട്. ഈ കവിതയ്ക്ക് ശേഷം എടശ്ശേരി എഴുതിയ ഒരു കവിതയായിരുന്നു പഴകിയ ചാലുകൾ മാറ്റുക എന്നത്. ആ കവിതയിൽ പക്ഷേ എടശ്ശേരി പറയുന്നത് ഭാരതപ്പുഴയും ജന്മിത്വവുമാണ് എൻ്റെ നാട് മുടിച്ചത്. ആ വാക്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാരതപ്പുഴയും ജന്മിത്വവുമാണ് എൻ്റെ നാട് മുടിച്ചത്. 1935 നിയമത്തിന് ശേഷം രണ്ടാമത്തേതിന് ശമനം വന്നിട്ടുണ്ട്. ആദ്യത്തേത് മുടക്കം കൂടാതെ മുടിക്കുന്നു എന്ന്. ഭാരതപ്പുഴ തൻ്റെ നാട്, കാരണം പുഴയിൽ എല്ലാ കൊല്ലവും വെള്ളപ്പൊക്കം വരും. ഈ വെള്ളപ്പൊക്കം വന്ന് ഗ്രാമം മുങ്ങിത്തീരും. അങ്ങനെ മുങ്ങിത്തീരുന്ന ഗ്രാമം ഒരു നഷ്ടമാണ് എന്ന് എടശ്ശേരിക്ക് ഒരു നിലയ്ക്കറിയാം. ഇത് എടശ്ശേരി അതിനു മുമ്പ് കുറ്റിപ്പുറം പാലം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് എടശ്ശേരിയാണ് ശരിയായ എടശ്ശേരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്നതാണ് ഉത്തരം. അത് വലിയ എഴുത്തിൻ്റെ ഒരു സാധ്യതയാണ്. അത് പ്രകൃതിക്ക് വേണ്ടി ഒരു ഭാഗത്ത് വാദിക്കുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് ഈ പ്രകൃതിയിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്നുകൂടി കാണും. ഇങ്ങനെ കാണാനുള്ള ശേഷിയാണ് എഴുത്തിനെ വലുതാക്കുന്നത്. അത് വലിയ എഴുത്തുകാർക്ക് കഴിയുള്ളൂ കേട്ടോ. ചെറിയ എഴുത്തുകൾ എന്ന് പറയുന്നത് ഒറ്റ നിലയ്ക്ക് പോകും. ഇപ്പോൾ ഈ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന് കുറ്റിപ്പുറം എഴുതുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എറണാകുളത്ത് താമസിക്കുമ്പോഴാണ്. കുറ്റിപ്പുറത്ത് താമസിച്ചത് എഴുതാൻ പ്രയാസമാണ്. കാരണം എല്ലാ പഞ്ചായത്തിലും അടിയുണ്ടെന്ന് പഞ്ചായത്തിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം. മറിച്ച് നഗരത്തിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൻപുറം സുന്ദരാണ് എന്നൊരു തോന്നലും അതൊരു കുറ്റമൊന്നുമല്ല. ഈ വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യത്തെ തിരിച്ചറിയുക എന്നുള്ളത് എഴുത്തിലെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ്. ഈ സാധ്യത മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിച്ച, അതിനെ അഭിമുഖീകരിച്ച ഒരു എഴുത്തായിരുന്നു ബഷീറിൻ്റേത് എന്നതാണ് ഒരുപക്ഷെ ഇന്ന് നാം ബഷീറിനെ ഓർക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരസ്പര ഭിന്നമായ, പരസ്പര വിരുദ്ധമായ ജീവിത സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാനും അതുളവാക്കുന്ന വൈരുദ്ധ്യങ്ങളെ മറച്ചു വയ്ക്കാതിരിക്കാനുമുള്ള ഒരു ശേഷി ബഷീറിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം നിരർത്ഥകമായി തീരുന്ന ഒരു രംഗം ബഷീറിൽ കാണാൻ പറ്റും. മതിലുകളിലെ അവസാന രംഗം അതാണ്. മതിലുകളിൽ ജയിലിലടയ്ക്കപ്പെട്ട ബഷീറിനെ വിട്ടയക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യം അത്രമേൽ നിരർത്ഥകമായിരിക്കുന്നു എന്ന് പറയുകയും വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹൂ വാണ്ട്സ് ദിസ് ഫ്രീഡം എന്ന വല്ലാത്തൊരു ചോദ്യത്തിൽ ആ കൃതി അവസാനിക്കുകയും ചെയ്യുന്നു. അതായത് നാരായണി അപ്പുറത്ത് ജയിലിലുണ്ട്, പെൺജയിലിൽ നാരായണിയുണ്ട്, നാരായണിയിലാണ് സ്വാതന്ത്ര്യം എന്ന് ഒരാൾ കാണുന്ന സമയത്ത് പൊടുന്നിനെ അയാൾ വിട്ടയക്കപ്പെടുന്നു. അങ്ങനെ വിട്ടയക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് അതുവരെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായൊരു മൂല്യം നഷ്ടപ്പെടുന്നു. ആ മൂല്യം നഷ്ടപ്പെടുന്നതോടെ കൈവരുന്ന സ്വാതന്ത്ര്യം എന്നത് വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിപരീത അനുഭവമായി തീരുന്നു. ഒരുപക്ഷെ പിന്നീട് ദീർഘകാലം കഴിഞ്ഞിട്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ഒരാശയം MT എഴുതുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ആൾക്കൂട്ടം എന്ന കൃതി ആനന്ദ് എഴുതുന്നത്. അങ്ങനെ താൻ ലോകത്തേക്ക് തുറന്ന് വിടുന്നോ, തന്നെ ലോകത്തേക്ക് തുറന്നു വിടുമ്പോൾ വാസ്തവത്തിൽ താൻ അസ്വാതന്ത്ര്യത്തിലേക്ക്, സ്വാതന്ത്ര്യ നഷ്ടത്തിലേക്ക്, നിരർത്ഥകതയിലേക്കാണല്ലോ ചെന്ന് കയറുന്നത് എന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിപരീതാവസ്ഥയെ മലയാളിയോട് ആദ്യം പറയുന്ന എഴുത്തുകളിലൊന്നായിട്ട് മതിലുകൾ ഇപ്പം നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് നാം സ്വാതന്ത്ര്യമെന്ന് പറയുന്നതിൻ്റെ ഒരു ഭൗതികമായ പ്രകൃതത്തെ ത്തിനപ്പുറം സ്വാതന്ത്ര്യത്തിൽ അതിൽ തന്നെ ഒരു വിപരീതാവസ്ഥയുണ്ടോ?
സ്വാതന്ത്ര്യം എന്നത് ഒരു 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 ലാഭമാണോ നഷ്ടമാണോ? വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ടിൽ സാർത്തറിനെ പോലെ ഒരു വലിയ ചിന്തകൻ ഈ ചോദ്യം മറ്റൊരു നിലയ്ക്ക് ഉന്നയിക്കുന്നുണ്ട്. സാർത്തറിൻ്റെ അതിപ്രസിദ്ധമായൊരു വാക്യം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളത്, മാൻ ഈസ് കണ്ടംഡ് ടു ഫ്രീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനാവാൻ ശപിക്കപ്പെട്ടവനാണ് എന്നൊരാശയം. സാർത്തർ പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഉദാഹരണമുണ്ട്. ഒരു മരക്കൊമ്പിലിരിക്കുന്ന ഒരു കിളിയെ നിങ്ങൾ കല്ലെറിഞ്ഞാൽ ആ കിളിക്ക് പറന്നു പോകാൻ മാത്രമേ കഴിയുള്ളൂ. മറിച്ച് നിങ്ങളൊരു പാർക്കിലൊരു ബെഞ്ചിലിരിക്കുമ്പോൾ ഒരാൾ നിങ്ങളെ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ പ്രതികരിക്കാം. നിങ്ങൾക്ക് കല്ലേറ് കൊള്ളാത്തൊരു സ്ഥലത്ത് മാറിയിരിക്കാം. നമ്മുടെ സഹജപ്രകൃതി അനുസരിച്ച് എറിഞ്ഞ ആളെ തിരിച്ചറിയാം. അല്ലെങ്കിൽ ഗാന്ധി ചെയ്ത പോലെ നിങ്ങൾ എത്ര കല്ലെറിഞ്ഞാലും എന്നെ കീഴടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കാം. കല്ലെറിഞ്ഞ ആളുടെ അടുത്ത് എന്ന് ചോദിക്കാം, സഹോദരൻ എന്തിനാണ് കല്ലെറിഞ്ഞത് എന്ന് ചോദിക്കാം. പല സാധ്യതയാണ്. ഈ സാധ്യതയിൽ നിന്ന് ഒരു സാധ്യതയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. ഒരു കിളിക്ക് സ്വാതന്ത്ര്യമില്ല, കിളിക്ക് പറന്നു പോകാൻ മാത്രമേ പറ്റൂ. നമുക്ക് ഈ സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഇതിന് ശേഷം സാർത്തർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അതിലുള്ള 2 അപകടങ്ങൾ. ഒന്ന്, നിങ്ങൾ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോവാം. 2, നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുത്തതിൻ്റെ എത്രയോ മടങ്ങ് സാധ്യതകളെ നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളൊരു കോഴ്സിന് ചേരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ചേരാവുന്ന മറ്റെല്ലാ കോഴ്സും വേണ്ടെന്ന് വയ്ക്കുന്നു എന്നാണ്. നിങ്ങളൊരാളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ജീവിക്കാവുന്ന മറ്റെല്ലാ ബന്ധങ്ങളും അവസാനിച്ചു പോയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് കൈവന്ന ഏത് നേട്ടവും കൈവന്ന നേട്ടങ്ങളുടെ പല മടങ്ങ് നഷ്ടങ്ങൾ കൂടിയായിട്ടാണ് മനുഷ്യനിലേക്ക് എത്തുക. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് നേട്ടമായിരിക്കെ തന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് ഭീമാകാരമായൊരു നഷ്ടത്തിൻ്റെ ഇരുണ്ട ലോകമുണ്ട്. ഈ ഇരുണ്ട ലോകം നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, പക്ഷെ ആ ഇരുട്ട് അവിടെയുണ്ട്. മാൻ ഈസ് കണ്ടംഡ് ടു ഫ്രീ. അതുകൊണ്ട് സ്വതന്ത്രനായിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിലൊരു നഷ്ടം കൂടിയാണ് എന്നത് വേറൊരു നിലയിലെ ഒരാശയമാണ്. ഈ ആശയം ബഷീർ ഏതോ നിലയിൽ അദ്ദേഹത്തിൻ്റെ മതിലുകളിൽ ഉന്നയിക്കുന്നുണ്ട്. വൈ ഷുഡ് ഐ ബി ഫ്രീ എന്ന ചോദ്യം. ഞാൻ എന്തിനു സ്വതന്ത്രനാകണം? ഹൂ വാണ്ട്സ് ദിസ് ഫ്രീഡം? അതുകൊണ്ട് എന്താണ് സ്വാതന്ത്ര്യം എന്നത്, എൻ്റെ ഹൃദയബന്ധം, അത് നൽകുന്ന അനുഭവമൂല്യം, അതിൻ്റെ സ്നേഹലാളനകൾ, അതിൻ്റെ താരല്യം, ഇതാണോ? അതോ മതിലില്ലാത്തൊരു ലോകത്തിലേക്ക് തുറന്നു കിടക്കലാണോ സ്വാതന്ത്ര്യം എന്നൊരു ചോദ്യം ബഷീർ അവിടെ ഉന്നയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഒരാശയം. അതുകൊണ്ട് ഒരു അനുഭവത്തിൽ അതിൻ്റെ വിപരീതമുണ്ട് എന്നത് വാസ്തവത്തിൽ വലിയ മനുഷ്യർ കാണുന്ന ഒരു കാര്യമാണ്. കുമാരനാശാൻ പറയും, ഭാവത്തിൻ്റെ പരകോടിയിൽ അഭാവം എന്ന് പറയും. ഒരനുഭവം അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ അത് ആ അനുഭവം അല്ല ഉണ്ടായിത്തീരും എന്ന് പറയും. ഇങ്ങനെ ഒരനുഭവത്തിൻ്റെ പരമാവധിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും ഉന്നതനായ ഒരാൾ ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പിക്കാസോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ 4 വയസ്സിൽ റാഫേലിനെ പോലെ വരയ്ക്കുമായിരുന്നു, പിന്നെ ജീവിതകാലം മുഴുവൻ ഞാനൊരു 4 വയസ്സുകാരനെ പോലെ വരയ്ക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയും. അതിന് അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു വിശദീകരണമുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പേനയും കടലാസും തന്നിട്ട് നിങ്ങളോടൊരു വര വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു നേർവരയാണ് വരയ്ക്കുക. യു ഷുഡ് ട്രൈ ടു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങളോട് പറഞ്ഞതൊരു വര വരയ്ക്കാനാണ്. വര നേർവരയാണെന്നുള്ളതൊരു സിവിലൈസേഷണൽ കൺസ്ട്രെയിനാണ്. നമ്മൾ പഠിച്ചുണ്ടാക്കിയൊരു തെറ്റിദ്ധാരണയാണ്. പഠിച്ചുണ്ടാക്കുന്നതിൻ്റെ പേരാണ് ഈ തെറ്റിദ്ധാരണ എന്നുള്ളത്. പഠിച്ചുണ്ടാക്കുന്നൊരു തെറ്റിദ്ധാരണയാണ് ഈ വര നേർവരയാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിങ്ങളൊരു കടലാസ് കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ കുഞ്ഞ് നേർവരയൊന്നും വരയ്ക്കില്ല. കുഞ്ഞിനോടൊരു ആനയെ വരയ്ക്കാൻ പറയൂ, എന്തെങ്കിലും വരച്ചിട്ടത് ആനയാണെന്ന് പറയും. നിങ്ങളോടൊരു ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ ആനയെപ്പോലെ വരയ്ക്കാൻ ശ്രമിച്ച് എന്തെങ്കിലും ആയിപ്പോകും. ഫൈനൽ റിസൾട്ടിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഏതാണ്ട് ഒരേ പ്രകൃതത്തിലായിരിക്കും. പക്ഷേ നമുക്ക് ആനയെ കാണണമെങ്കിൽ ആനയെപ്പോലെ ഇരിക്കണം, കുഞ്ഞിന് ആനയെ കാണാൻ ആനയെപ്പോലെ ഇരിക്കണ്ട. ഇത് വലിയ വ്യത്യാസമാണ്. കാരണം ഭാവനയുടെ അതിരങ്ങ് വല്ലാതെ തുറക്കുകയും എന്തിനെയും കാണാൻ പറ്റുന്ന മട്ടിൽ അനുഭവത്തിന് വലിപ്പം കിട്ടുകയും ചെയ്യുന്നു എന്നതൊരു കുഞ്ഞ് തരുന്ന ഒരു വലിയ സാധ്യതയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു കലാപ്രവർത്തകന്, ഒരു ചിത്രകാരന് ജീവിതത്തിലെ വലിയ മോഹമായി തീരുന്നത് ഒരു കുഞ്ഞിനെ പോലെ ആവുക എന്നതാണ്. തൻ്റെ താൻ നേടിയ ഈ അറിവുകളെ മുഴുവൻ അഴിച്ചു കളഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലെ ആകാൻ പറ്റുമോ എന്ന് പിക്കാസോയ്ക്ക് തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ കുമാരനാശാൻ ഇത് പറയുന്നുണ്ട് കേട്ടോ. കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്ന് പറയുന്നുണ്ട്. കിരീടം ചൂടിയ രാജാവിനെ പോലെയും, മറുഭാഗത്ത്
കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയും ആണ് എന്ന് നളിനിയിൽ ദിവാകരനെ കുറിച്ച് ആശാൻ പറയും. ഈ രണ്ടറ്റങ്ങളാണ്. ഈ രണ്ടറ്റങ്ങൾ വാസ്തവത്തിൽ മനുഷ്യരിലുണ്ട്. മനുഷ്യപ്രകൃതത്തിൽ ഈ രണ്ടറ്റങ്ങളുണ്ട്. നിങ്ങൾ വലിയ മനുഷ്യരെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അവരിൽ ഈ രണ്ടറ്റമുണ്ട്. ഇപ്പോൾ ഐൻസ്റ്റൈനെ കുറിച്ചൊരു കഥയുള്ളത്, ഐൻസ്റ്റൈൻ്റെ വീട്ടിൽ പട്ടി വളർത്തിയിരുന്നു അത്രേ. അപ്പോൾ പട്ടിക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കിയിട്ട്, കഥയാണ് വസ്തുതയാണോ എന്ന് എനിക്കറിഞ്ഞില്ല, പക്ഷേ ഇതിൽ ഈ ആശയമുണ്ട്. കൂടുണ്ടാക്കിയിട്ട് ഐൻസ്റ്റൈൻ വീട്ടിൽ വരുമ്പോൾ പട്ടിക്ക് നല്ല കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഐൻസ്റ്റൈൻ ഈ കൂടുണ്ടാക്കുന്ന ആശാരിയോട് പറഞ്ഞു, ഒരു ചെറിയ വാതിൽ കൂടി വെക്കണം. അപ്പോൾ ആശാരി ചോദിച്ചു, അതെന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, അല്ല, തള്ളയ്ക്ക് മാത്രം കയറിയാൽ പോരല്ലോ, കുഞ്ഞിനും കയറണ്ടേ എന്ന് ചോദിച്ചു. E=mc² ഒക്കെ ഉണ്ടാക്കിയ ആളാണ് കേട്ടോ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത് ഒരു സാധ്യതയാണ്. അതായത് ഇങ്ങനെ ഈ വലിയ വാതിലിലൂടെ കുഞ്ഞും കൂടി കയറുമോ എന്നൊരു സംശയം വാസ്തവത്തിൽ ഐൻസ്റ്റീന് തോന്നിയില്ല അത്ര. ഇങ്ങനെ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള ചില രസകരമായ സന്ദർഭങ്ങളുണ്ട്. ഐൻസ്റ്റൈനും ചാർലി ചാപ്ലിനും ചേർന്ന് വരുന്നൊരു സന്ദർഭവും പ്രസിദ്ധ, അത് വസ്തുതാപരമായ സന്ദർഭമാണ്. ഐൻസ്റ്റൈനും ചാർലി ചാപ്ലിനും കണ്ടുമുട്ടിയപ്പോൾ ഐൻസ്റ്റീൻ ചാർലി ചാപ്ലിനോട് പറഞ്ഞു അത്രേ, താങ്കളൊരു മഹാനായ കലാകാരനാണ്, താങ്കളുടെ സിനിമകളിൽ താങ്കൾ സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷേ താങ്കളൊന്നും സംസാരിക്കാതെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ആളുകൾക്കെല്ലാം മനസ്സിലാവുന്നു, അതൊരു അത്ഭുതകരമായ ശേഷിയാണ്. അപ്പോൾ ചാപ്ലിൻ പറഞ്ഞു, നിങ്ങൾ അതിനേക്കാളൊക്കെ മഹാനായ ആളാണ്, നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് ലോകത്ത് ആർക്കും ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല, എന്നിട്ടും ആളുകളെല്ലാം നിങ്ങളെ ആരാധിക്കുന്നല്ലോ, അതിനേക്കാൾ മഹിമ എന്തിനാണുള്ളത് എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഈ കുഞ്ഞായിരിക്കുമ്പോൾ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുഞ്ഞിന് ഈഗോ ഇല്ലല്ലോ. വിജയമാഷ് പറയും, കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബസ് സ്റ്റോപ്പിൽ അമ്മയോടൊപ്പം വരുന്ന കുഞ്ഞ് ബസ് സ്റ്റോപ്പ് കാത്തു നിൽക്കാനുള്ളൊരു സ്ഥലമാണെന്നല്ല കരുതുക, നടന്നു കാണാനുള്ളൊരു സ്ഥലമാണെന്നാണ് കരുതുക. മുതിർന്ന ആൾക്കിത് പരലോകത്തേക്കുള്ള പെരുവഴി അമ്പലം പോലെയാണ്, ഇങ്ങനെ നിൽക്കണം, കുഞ്ഞിനവിടെ നിൽക്കണ്ട എന്നതുപോലെ. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് വലിയ എഴുത്തുകാരിൽ എന്തുണ്ടാവണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ടാവണം, വലിയ രാഷ്ട്രീയ പ്രവർത്തകരിലൊരു കുഞ്ഞുണ്ടാവണം, മറ്റേ അറ്റം വേണം. നിങ്ങൾ ഗാന്ധിയെ നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൻ്റെ ഈ ഭാവത്തിൻ്റെ പരകോടിയിൽ അഭാവമാണ്, ഉപേക്ഷിക്കാനുള്ളൊരു ശേഷിയാണ്, വേണ്ടെന്ന് വെക്കാനുള്ള, അവനവനെ വെടിഞ്ഞു കളയുന്ന ഒരാളാണ്. കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന ഒരു ഘടകമാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അഹം ബലപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ അഹത്തെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ചേരാനുള്ളൊരു ശേഷിയാണ് ഈ കുഞ്ഞിലുള്ളത്. ഇത് വലിയ എഴുത്തുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വലിയ എഴുത്തുകൾ എന്ന് പറയുന്നത് പല രൂപത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെ ഏറ്റെടുക്കുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയാം. ഇപ്പോൾ ബഷീറിൻ്റെ ആദ്യത്തെ പ്രധാന കഥ പ്രേമലേഖനാണല്ലോ. സാറാമ്മയും കേശവൻ നായരും അവർ പ്രേമത്തിലാവുന്നു. വാസ്തവത്തിൽ ആ പ്രേമം എന്ന് പറയുന്നത് ഒരു സാമൂഹിക വൈരുദ്ധ്യത്തെ ഭാവന കൊണ്ട് പരിഹരിക്കാനുള്ളൊരു ശ്രമം ആ കഥയിലുണ്ട്. അതിൽ വളരെ കൗതുകമുള്ളൊരു സന്ദർഭമുണ്ട്. അതവരുടെ പേരും അതൊന്നുമല്ല. അവരിപ്പോൾ കുഞ്ഞുണ്ടാവുമ്പോൾ എന്താണ് കുഞ്ഞിന് പേരുണ്ടേന്ന് ആലോചിച്ചിട്ട് ആകാശമിഠായി എന്നൊക്കെ കണ്ടെത്തുന്നുണ്ട്. കാരണം അതിങ്ങനെ അത്തരത്തിലുള്ള പ്രത്യക്ഷാർത്ഥത്തിലല്ല, അതൊരു രസമുള്ളൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. സാറാമ്മയും കേശവൻ നായരും ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൽ കയറുന്നു. അപ്പോൾ കേശവൻ നായർ ഒരു ചായക്ക് ഓർഡർ ചെയ്തു. കാപ്പി മതിയെന്ന് സാറാമ്മ പറഞ്ഞു. 2 പേർക്കും ദേഷ്യം വന്നു. ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചു. സൂര്യനും സന്തോഷത്തോടെ ഉദിച്ചു. ഇങ്ങനെയാണ് ബഷീർ ആ ഭാഗം എഴുതുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലോകം എന്ന് പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളയലല്ല, ലോകം എന്ന് പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ ജീവിക്കലാണ് എന്ന് ബഷീർ ആദ്യം പറയുന്നത് ഒരുപക്ഷെ ഈ പ്രേമലേഖനത്തിലെ ഈ ഒരു, അത് ആകാശമിഠായിലല്ല, ഞാൻ ഈ സൂര്യനും സന്തോഷത്തോടെ ഉദിച്ചു എന്നാണ് ബഷീർ അവിടെ എഴുതുന്നത്. ഇങ്ങനെ ലോകം സന്തോഷത്തിൽ നിൽക്കുന്നത് അഥവാ പ്രകൃതി സന്തുഷ്ടമായിരിക്കുന്നത് ഏകതാനതയിലല്ല, പ്രകൃതി സന്തുഷ്ടമായിരിക്കുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളിലാണ്. ഈ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് സഹജമായി തന്നെ വൈരുദ്ധ്യങ്ങൾ കൂടി ഉള്ളതായിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ വൈവിധ്യത്തിന് അർത്ഥമൊന്നുമില്ല. എൻ്റെ അതേ പ്രകൃതത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് വൈവിധ്യം എന്നല്ല, മറിച്ച് എന്നിൽ നിന്ന് ഭിന്നമായിരിക്കാനും ആ ഭിന്നതയെ നിലനിർത്താനും കഴിയുന്നതിനെയാണ് നമ്മൾ വൈവിധ്യം എന്ന് പറയുന്നത്. അംബേദ്കർ ഇപ്പോൾ ജനാധിപത്യം എന്ന ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ ഈ പോയിന്റിലാണ് ഉന്നുന്നത്. അദ്ദേഹം പറയുന്നത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിൻ്റെ പേരാണ് ജനാധിപത്യം.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ ഭൂരിപക്ഷമല്ല ജനാധിപത്യം എന്ന് പറയുന്നത്, മറിച്ച് ഈ വ്യത്യസ്തതയെ പ്രിസർവ് ചെയ്യാൻ പറ്റുമോ? ഇത് ഈ ബന്ധത്തിലുണ്ട്. അതുകൊണ്ടാണ് സാറാമ്മ കാപ്പി കുടിക്കുകയും കേശവൻ നായർ ചായ കുടിക്കുകയും സൂര്യൻ സന്തോഷത്തോട് ഉദിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ജനാധിപത്യപരമായ ഒരു ബന്ധരൂപമായിട്ട് മാറുന്നത്. അല്ലാതെ കേശവൻ നായർ കാപ്പി കുടിക്കുകയും സാറാമ്മയും കാപ്പി കുടിക്കുകയും സൂര്യൻ വളരെ അസന്തുഷ്ടമായി തീരുകയും ചെയ്യുന്ന ഒരു ലോകമല്ല ജനാധിപത്യ ലോകം എന്നത് ബഷീർ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ബഷീറിൻ്റെ കൃതികളിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ബാല്യകാല സഖിയിൽ നിന്ന് അദ്ദേഹം പിന്നെ എത്തിച്ചേരുന്ന പിന്നീട് എൻ്റെ പാപ്പയിലേക്ക്, ഇപ്പോൾ ബാല്യകാല സഖി തന്നെ പ്രേമലേഖനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ബാല്യകാല സഖിയിലെത്തുമ്പോഴേക്കും അനുരാഗം എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണമായി തീരുകയും അനുരാഗമെന്നത് ഒരു യാതനയായി തീരുകയും അനുരാഗമെന്നത് ഒരാളെ നിന്നിടത്ത് നിന്ന് ലോകത്തിൻ്റെ അറ്റത്തേക്ക് ഓടിക്കുന്ന ഒരനുഭവമായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് പ്രേമലേഖനത്തിലേതുപോലെ ഒരു സൂര്യൻ സന്തോഷത്തോടെ ഉദിച്ചു എന്ന് എഴുതി അവസാനിപ്പിക്കാൻ പറ്റാത്ത മട്ടിലുള്ള ഒന്നായിട്ട് ബാല്യകാല സഖിയിലെ അനുരാഗം മാറിത്തീരുന്നുണ്ട്. അനുരാഗം ഒരു ദുരന്താനുഭവമായിട്ട് പതിയെ അത് മാറിത്തീരുന്നു. ഒരുപക്ഷെ അനുരാഗത്തിലൊരു വ്യവസ്ഥയുടെ കലക്കങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നത് നമുക്ക് ബാല്യകാല സഖിയിൽ കാണാൻ പറ്റും. നോക്കൂ, ഈ അനുരാഗം എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൻ്റെ ഗതിയെ രേഖപ്പെടുത്താനുള്ളൊരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് വലിയ എഴുത്തുകാർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ കുമാരനാശാൻ അനുരാഗമെന്ന ആശയം കൊണ്ടാണ്, പ്രണയമെന്ന ആശയം കൊണ്ടാണ് ഒരു പുതിയ ലോകം വരുന്നു എന്നാദ്യം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഈ പ്രണയം എന്ന് പറയുന്നത് പുതുതായി വികസിച്ചു വരുന്ന ഒരു ജീവിതമൂല്യമായി മാറുന്നുണ്ട്. അത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഹൃദയബന്ധം എന്ന അർത്ഥത്തിലൊന്നുമല്ല, അതിലൊക്കെ അപ്പുറത്തേക്ക്. ആശാൻ്റെ കവിതയിൽ ഒരിടത്ത് ആശാൻ എഴുതും, പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമിവ മനസ്സിമാർ മനസ്സൊഴിവതശക്യം ഒരാളിൽ ഉന്നിയാൻ എന്നെഴുതും. പഴകിയ ഒരു വള്ളി, ഒരു മരത്തിൽ പടർന്നു കയറിയ വള്ളി നിങ്ങൾക്ക് മറ്റൊരു മരത്തിൽ മാറ്റി പടർത്താനായിട്ട് കഴിയും. ഒഴുകുന്ന പുഴ വേറൊരു ദിക്കിലേക്ക് തിരിച്ചു വിടാനായിട്ട് കഴിയും. ഇതൊക്കെ കഴിയും. പക്ഷേ മനസ്സിമാർ മനസ്സൊഴിവതശക്യം ഒരാളിലൂന്നിയാൽ, പക്ഷേ മനസ്സുറച്ചാൽ മാറാൻ പറ്റില്ല എന്നത് 1917 ഒരു തെറ്റിദ്ധാരണയാണ്. അത് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, മറിച്ച് അനുരാഗം ഇങ്ങനെ ഒന്നാണെന്ന് ആശാൻ കരുതുന്നു. കാരണം മനുഷ്യർ പല തട്ടുകളായി തിരിയുകയും ജാതി കൊണ്ട് വിഭജിതമായി തീർന്നൊരു സമൂഹത്തിൽ ഇതിനെ മറികടന്നു പോകുന്ന ഒരാദർശമായിട്ട് അനുരാഗം മാറിത്തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് അനുരാഗം എന്ന് ആശാൻ പറയുന്നത് വാസ്തവത്തിൽ പുതിയൊരു കാലം പിറക്കുന്നതിൻ്റെ ഒരു അനുഭവ മൂല്യത്തെയാണ് ആശാൻ അനുരാഗം എന്ന് പറയുന്നത്. അല്ലാതെ രണ്ട് വ്യക്തികൾക്കിടയിൽ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഒരു പുതിയ അനുഭവം വരുന്നു. ആ പുതിയ അനുഭവം പുതിയൊരു ലോകബന്ധമാണ് എന്ന് ആശാൻ കരുതുകയും ആശാൻ അനുരാഗത്തെ അതിൻ്റെ ഒരു അടയാള വാക്കായിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അനുരാഗ നഷ്ടം എന്നത് ലോകവ്യവസ്ഥയുടെ ഒരു ശൈഥില്യത്തെ സൂചിപ്പിക്കുന്നു. ഇതങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ എടപ്പള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു, രമണൻ അങ്ങനെ പ്രസിദ്ധമായി തീരുന്നു. ഈ അനുരാഗം എന്നതൊരു വ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് വരുന്നു. ആശാനാണെങ്കിൽ അതിനെ വലിയ തോതിൽ ആദർശവൽക്കരിക്കുന്നുണ്ട്. ലോകാനുരാഗം ഇയലാത്തവരെ നരൻ്റെ ആകാരമാർന്നിവിടെ വന്ന് പിറന്നിടായുവിൻ എന്ന് ആശാൻ എഴുതുന്നുണ്ട്. ലോകാനുരാഗമാണ് പ്രധാനം. അറിവിൽ അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടും, ഒക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാ സഖി ഭാഗ്യശാലികൾ എന്നിങ്ങനെ അനുരാഗം ഒരു വലിയ ആദർശമായിട്ട് മാറുന്നത് നമുക്ക് ആശാൻ്റെ കൃതികളിലൊക്കെ കാണാം. ആശാൻ ഇത് എഴുതി ഏതാണ്ട് ഒരു 30 കൊല്ലം കഴിയുമ്പോഴേക്കും പക്ഷെ അനുരാഗത്തിൻ്റെ ഘടന മാറുകയും മാറിയ അനുരാഗത്തിൻ്റെ ഘടനയെക്കുറിച്ച് വൈലോപ്പിള്ളി കുടിയൊഴിക്കലിൽ മറ്റൊരു ഭാഷയിൽ എഴുതി തുടങ്ങുകയും ചെയ്തു. കുടിയൊഴിക്കലിൽ വൈലോപ്പിള്ളി അനുരാഗത്തെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയല്ല: കന്യമാർക്ക് നവാനുരാഗം കമ്രശോണ സ്ഫടിക വളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് എന്നാണ്. അനുരാഗം ചുവന്ന കുപ്പിവള പോലെയാണ് ചൊപ്പുപോയ പച്ച എന്നേ ഉള്ളൂ എന്നത് 30 കൊല്ലം കഴിയുമ്പോഴേക്കും വൈലോപ്പിള്ളി അങ്ങനെ എഴുതുന്നുണ്ട്. ഇത് സമാനമായൊരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണാൻ കേട്ടോ. 1917 T.S. എലിയറ്റ് ഒരു കവിത എഴുതുന്നുണ്ട്. ബ്രിട്ടീഷ് മോഡേണിസത്തിൻ്റെ തുടക്കം എന്ന് പറയാവുന്ന ഒരു കവിത
എലിയറ്റ് എഴുതുന്നത് 17-ലാണ്. ലവ് സോങ് ഓഫ് ആൽഫ്രഡ് ജെ പ്രൂഫോക്ക് എന്ന പേരിൽ, പ്രൂഫോക്കിൻ്റെ പ്രണയഗാനം. ആ ടൈറ്റിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആൽഫ്രഡ് ജെ പ്രൂഫോക്കിൻ്റെ പ്രണയഗാനം എന്നാണ്. അച്ഛൻ്റെ പേരും തറവാട്ട് പേരും ഒക്കെ ഉള്ള ഒരാൾ പ്രേമിക്കാൻ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ രമണൻ എന്ന കവിതയുടെ പേര് രമണൻ എന്നല്ല, KK രമണൻ എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. KK രമണൻ എന്നാണ് ആ കവിതയുടെ പേരെങ്കിൽ ആ കവിത അപ്പോൾ പാരഡി ആയി തീരും. ആ കവിതയുടെ എല്ലാം പ്രതാപം അവസാനിക്കും. ഒറ്റ ഇൻഷ്യൽ ഇട്ടാൽ മതി. എലിയറ്റ് തുടങ്ങുന്നത് അങ്ങനെയാണ്. ലെറ്റ് us go then you and I, when the evening is spread out against the sky like a patient etherized upon a table. Let us go then you and I, എനിക്ക് നിനക്ക് യാത്ര പോകാം. When the evening is spread out against the sky, ആകാശത്തിൽ സായാഹ്നം പടരുന്ന സമയത്ത്, ലൈക്ക് എ പേഷ്യൻ്റ് ഈതറൈസ്ഡ് അപ്പോൺ എ ടേബിൾ, ശസ്ത്രക്രിയാമേശയ്ക്ക് മേൽ ബോധരഹിതനായ രോഗിയെപ്പോലെ. ഇതൊരു പ്രണയചിത്രത്തിൻ്റെ പശ്ചാത്തലമായി മാറുന്നു എന്നത് പ്രണയം പുതിയൊരു കാലത്തെ രേഖപ്പെടുത്തുന്ന ഒരു മുദ്രയായി തീരുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ പിന്നീട് ഇത് വരുന്നുണ്ട്. NV കൃഷ്ണവാര്യർ മദിരാശിയിലൊരു സായാഹ്നം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കവിത എഴുതുന്നുണ്ട്. വേലുപ്പിള്ളിയുടെ കവിതയും കഴിഞ്ഞ് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഒരു കവിത എഴുതുന്നുണ്ട്. അതിൽ NV എഴുതുന്നത് കാമുകൻ കാമുകിയെ കാത്ത് ഹോസ്റ്റലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഹോസ്റ്റൽ കൊണ്ടുള്ള ഒരു പ്രയോജനം അതാണ്, ഇങ്ങനെ കാത്തുക. നിന്നെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിൻ വാതുക്കൽ അന്നു ഞാൻ ഓമനയെ കാത്തു നിന്നിടവേ, കാൽനടപ്പാതെ അരികിൽ തണലത്ത് കണ്ടു കിഴവൻ ഒരുവൻ കിടപ്പതായി, കീറ ഉടുതുണി ഊർന്നുപോയി കാണായി ഇതേറെ ആഭാസം അയാളുടെ നഗ്നത. ലൈക്ക് എ പേഷ്യൻ്റ് ഈതറൈസ്ഡ് അപ്പോൺ എ ടേബിൾ എന്ന് 1917 എലിയറ്റ് എഴുതിയത് 1960 ആകുമ്പോഴേക്കും കേരളത്തിലേക്ക് മറ്റൊരു രൂപത്തിൽ വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുരാഗം എന്നതൊരു ആദർശ ചിത്രം എന്നതിന് പകരം അനുരാഗം എന്നതൊരു വഞ്ചനയാണോ എന്ന ഒരു ചോദ്യം അപ്പോഴേക്കും വന്നു കഴിഞ്ഞു. അത് കാമുകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാമുകിയുടെ ചുംബനമൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം NVയുടെ നായകനായ കാമുകൻ ആലോചിക്കുന്നത്, എൻ ചുണ്ടിൽ ഒട്ടിടയ്ക്കൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ എന്നാണ്. ഇതൊരു ചോദ്യമാണ്. ഇങ്ങനെ നിന്റെ ചുംബനത്തിൻ്റെ മാധുര്യം ചുണ്ടിൻ്റെ ആണോ ലിപ്സ്റ്റിക്കിൻ്റെ ആണോ എന്ന ചോദ്യം വാസ്തവത്തിൽ അനുരാഗം ഒരു വഞ്ചനയായി തീരുന്നതിൻ്റെ അടയാളം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് അനുരാഗത്തെ ഒരു കവി ആവിഷ്കരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അയാൾ രണ്ടു പേർക്കിടയിലെ സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്നു എന്നല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പുതിയ ക്രമത്തെക്കുറിച്ച് പറയുന്നു എന്നതാണ്. ബഷീർ പ്രേമലേഖനത്തിൽ സാറാമ്മയും കേശവൻ നായരും തമ്മിലുള്ള അനുരാഗത്തെ രേഖപ്പെടുത്തിയതിൽ നിന്ന് ഭിന്നമായി ഒരു വ്യവസ്ഥയുടെ കലക്കത്തിൻ്റെ കഥ വാസ്തവത്തിൽ ബാല്യകാല സഖിയിൽ പറഞ്ഞു തുടങ്ങുകയും ബാല്യകാല സഖിയിലെ അനുരാഗം എന്നത് വാസ്തവത്തിൽ ലോകത്തിൻ്റെ അറ്റത്തേക്ക്, യാതനകളിലേക്ക്, ജീവിതത്തിൻ്റെ അവസാനമില്ലാത്ത ദുരിതങ്ങളിലേക്ക് ആട്ടിപ്പായിക്കപ്പെടുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ കഥയായിട്ട് അതിനെ മാറ്റി തീർക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും ഞാൻ ഈ പറഞ്ഞ വഞ്ചനയുടെ കഥയിലേക്കും അടുത്ത പടിയിൽ ബഷീർ സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന കൃതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബഷീർ ദേവി എന്ന് പേരായ ആ കൃതിക്ക് ഒരു ആമുഖം ബഷീർ എഴുതുന്നുണ്ട്. അതിൽ ബഷീർ പറയുന്നുണ്ട്, ഭാവനയൊന്നുമില്ല, യാതൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എഴുതുന്നത്. അതിൽ ബഷീർ ആവിഷ്കരിക്കുന്ന ഒരു പ്രണയത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ദേവി എന്നുള്ളൊരു കാമുകിയുണ്ട്, അവൾ വിവാഹിതയാകുന്ന സമയത്ത് ബഷീർ അവസാനമായിട്ട് അവളെ കാണാനായിട്ട് പോകുന്ന ദിവസം ബഷീർ എഴുതുന്നത്, ഞാൻ അവളെ ദേവിയെ കാണാൻ പോകുന്ന സമയത്ത് പള്ളിയിൽ നിന്നോ മറ്റോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ധാരാളം സ്ത്രീകൾ, സുന്ദരികളായ സ്ത്രീകൾ വരുന്നുണ്ട്, അവരെന്നെ നോക്കി, ഞാനും അവരെ കൊതിയോടെ നോക്കി എന്ന് എഴുതുന്നുണ്ട്. കാമുകിയെ കാണാൻ പോവാണ്, അവസാനത്തെ വികാരഭരിതമായ വിടപറച്ചിലാണ്, പക്ഷേ ഞാനും അവളെ നോക്കി എന്ന് ബഷീർ എഴുതുകയും അതിലൊരു സന്ദർഭം ഈ കാമുകി ബഷീറിനൊരു പുസ്തകം കൊടുക്കുന്നുണ്ട്. ആ പുസ്തകം കൊടുക്കുമ്പോൾ അതിനകത്തൊരു കത്തുണ്ട്, ദേവിയുടെ സഹോദരന് എഴുതി വെച്ച കത്താണ്. ആ കത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീറുമായിട്ട് താൻ സ്നേഹത്തിലാണെന്നും അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ബഷീർ അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് പ്രയാസം സഹിച്ചാണ് താൻ ബഷീറിനെ സ്നേഹിക്കുന്നതെന്ന് ബഷീറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദേവി നടത്തിയ ഒരു സൂത്രപ്പണിയാണ് ഈ കത്ത് എന്നാണ് ബഷീർ മനസ്സിലാക്കുന്നത്.
അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന കാമുകി തന്നെ മാത്രമല്ല സ്നേഹിച്ചിരുന്നത്, വേറെയും ചിലരെയും സ്നേഹിച്ചിരുന്നു, അവൾക്ക് വഞ്ചിക്കാനും അറിയാം എന്ന് കരുതുന്ന ഒരു കാമുകൻ നമുക്ക് അനുരാഗത്തിൻ്റെ ദിനങ്ങളിലെത്തുമ്പോൾ കാണാൻ പറ്റും. ഇത് പ്രേമലേഖനത്തിലെ സാറാമ്മയും കേശവൻ നായരുമല്ല, ബാല്യകാല സഖിയിലെ യാതനയല്ല, മറിച്ച് പ്രണയം എന്നത് ഒരു പക്ഷേ ഒരു വഞ്ചനയായി തീരുന്നതിൻ്റെ ഒരു 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 ചിത്രം നമുക്ക് അനുരാഗത്തിൻ്റെ ദിനങ്ങളിലെത്തുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ലോകം മാറുന്നു എന്നതിനെ പ്രണയത്തിൻ്റെ പരിണാമം കൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമെന്ന് ബഷീർ കാണുകയും ഒരു പക്ഷേ ഒരനുഭവത്തിനുള്ളിൽ അതിൻ്റെ വിപരീതം കൂടിയുണ്ട് എന്ന് കാണിച്ചു തരികയും ചെയ്യും. ഇത് ബഷീർ പിന്നെ വളരെ സ്ഫോടക ശക്തിയോടെ മലയാളത്തിൽ ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരനാണ്. അത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞൊരെഴുത്ത് ബഷീറിൻ്റെ ശബ്ദങ്ങളാണ്. ശബ്ദങ്ങളിലെ നായിക നമുക്കറിയാം, അതൊരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരമ്മയാണ്. ഇത് രണ്ടും വിരുദ്ധ പദങ്ങളാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് ആ കുഞ്ഞിനോടൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. രാത്രി അവളുടെ അടുത്ത് പല പുരുഷന്മാരും വരുന്നു. അപ്പോൾ അപ്പുറത്തിങ്ങനെ കുഞ്ഞിനെ മാറ്റി കിടത്തിയിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഉറുമ്പ് വന്നിങ്ങനെ കടിക്കുന്നത് ഈ സ്ത്രീ കാണുന്നുണ്ട്. ഇത് അത്യസാധാരണമായിട്ടുള്ള ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അമ്മ എന്ന് പറയുന്നത് ഒരനുഭവവും വേശ്യ എന്ന് പറയുന്നത് വേറൊരു അനുഭവമാണ്. ബഷീർ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം എന്ന് വെച്ചാൽ ഈ വേശ്യയും ഒരമ്മയാകാം എന്നതാണ്. വേശ്യ ഒരമ്മയാണ് എന്ന് പറയുമ്പോൾ, അഥവാ അമ്മ ഒരു വേശ്യയാകാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അനുഭവത്തിൻ്റെ അതിർത്തി അങ്ങ് പൊട്ടിപ്പോകും. നമ്മൾ വേശ്യ എന്ന് പറയുന്നത് ഒരു മാദക ശരീരമാണ്, അവസാനിക്കാത്ത രതിസുഖമാണ്, ലൈംഗികതയുടെ തൃഷ്ണയുടെ സഞ്ചാരങ്ങളാണെന്ന് കരുതുകയും മാതൃത്വം എന്ന് പറയുന്നത് നിത്യമായ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ലോകമാണെന്ന് പറയുകയും ചെയ്യുന്നതിനിടയിലാണ് ബഷീർ രണ്ട് ലോകങ്ങളെ കൂട്ടിമുട്ടിക്കുകയും ഒരു പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്ന അനുഭവത്തിൻ്റെ ഘടനയാകെ പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അന്നത്തെ സാഹിത്യ നിരൂപകന്മാരിൽ ഒരാൾ പറഞ്ഞത്, ഈ ശബ്ദങ്ങൾ സാഹിത്യമാണെങ്കിൽ ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് പറയേണ്ടായി. ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ശബ്ദങ്ങൾ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച സാഹിത്യകൃതിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അനുഭവങ്ങളെ അതിൻ്റെ അതിർത്തിയെ പൊട്ടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നീട് ഒരു പക്ഷേ ബഷീറിനെ പോലെ ഇങ്ങനെ എഴുതിയ അമ്മ എന്നുള്ള ആശയത്തെക്കുറിച്ച് എഴുതിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിലുള്ളത് കോവിലിനാണ്. കോവിലിന് ഒരിടത്ത് എഴുതുന്നുണ്ട്, അസാധാരണമായ നടുക്കം ഉളവാക്കുന്ന ഒരു വാക്യം കോവിലിന് എഴുതുന്നുണ്ട്, പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നു. ഒരു പക്ഷെ അമ്മ എന്നുള്ള ആശയത്തെ അതിൻ്റെ വിപരീത മൂല്യത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയ ഒരു വാക്യം മലയാളത്തിൽ വേറെയില്ല. പട്ടിയും അമ്മയാണ്, പട്ടിയും പെറുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ശബ്ദങ്ങളിലൊക്കെ ബഷീർ ചെയ്യുന്നൊരു കാര്യം ഒരനുഭവത്തിൻ്റെ അതിർത്തിയെ അതിനുള്ളിൽ നിർത്താൻ അനുവദിക്കാതെ ആ അനുഭവത്തെ അതിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ വാത്സല്യം, സ്നേഹം, മാതൃത്വം എന്നൊക്കെ പറയുന്നതിനെ അവിടെ നിർത്താൻ അനുവദിക്കാതെ അതിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോവുക. അറ്റത്തേക്ക് കൊണ്ടുപോകുന്നതോടെ വാസ്തവത്തിൽ അതൊരു അതിനുള്ളിലെ വൈരുദ്ധ്യങ്ങൾ വല്ലാതെ തെളിഞ്ഞു വരും. അപ്പം മാതൃത്വത്തിൻ്റെ ഒരു മഹിമയെ അതിനെ ചൊല്ലി നാം ഉണ്ടാക്കിയെടുത്ത ഒരു ആദർശ പരിവേഷത്തെ ബഷീർ വാസ്തവത്തിൽ അതിനുള്ളിൽ കടന്ന് സ്ഫോടനം ചെയ്യിക്കുകയും ഒരുപക്ഷെ കുമാരനാശാൻ വാസവദത്തയെ ഒരു വിശുദ്ധ പ്രണയിനിയാക്കി മാറ്റിയതുപോലെ അതിനുശേഷം അമ്മയെ ഒരു വേശ്യയിൽ കാണാനായിട്ട് ബഷീറിന് കഴിയുകയും ചെയ്യുന്നു എന്ന് പറയാം. വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുമാരനാശാൻ്റെ ചരമശതാബ്ദിയാണ് അടുത്ത വർഷം. ആശാൻ്റെ കവിത അവസാനിക്കുന്നത് കരുണയിലാണ്. കരുണയിൽ വാസവദത്തയ്ക്ക് മോക്ഷം ലഭിക്കുകയും ആശാൻ്റെ കവിതകൾ നോക്കിയാൽ ഏറ്റവും ഉത്തമയായ പ്രണയിനിയായി തീരുന്നത് വാസവദത്തയാണ്. വാസവദത്ത മധുരാപുരിയിലെ ഒരു അരനാരിയാണ്, ഒരു വ്യഭിചാരിണിയായിട്ട് ജീവിക്കുന്നു. അവൾ ഉപഗുപ്തനെ സ്നേഹിക്കുന്നു, ഉപഗുപ്തനെ കാത്തിരിക്കുന്നു. മറ്റു പലരും വന്നു പോകുന്നു, പക്ഷെ ഉപഗുപ്തനെ കാത്തിരിക്കുന്നു. കവിത അവസാനിക്കുമ്പോൾ വാസവദത്തയ്ക്ക് മോക്ഷം കിട്ടിയെന്നും ഉപഗുപ്തന് മോക്ഷം കിട്ടിയിട്ടില്ല. അപ്പോഴും ഇത് ആശാൻ കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണ്. ആർക്കാണ് മോക്ഷം കിട്ടുക എന്നത്
അങ്ങനെ കൊണ്ടുവന്ന ഒരു അനുഭവത്തിൻ്റെ ഒരു വിപരീത തലത്തെ പിന്നെ മലയാളത്തിൽ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഈ ശബ്ദങ്ങളിലെ അമ്മയിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുനിശ്ചിത അർത്ഥമാണ്, വേശ്യ എന്ന് പറഞ്ഞാൽ ഒരു സുനിശ്ചിത അർത്ഥമാണ് നമ്മളെ സംബന്ധിച്ച്. ഇതിനെ പൊളിച്ചു കളഞ്ഞ ഒരാൾ കൂടിയാണ് ബഷീർ എന്ന് പറയും. ഇതിന് മാത്രമല്ല പലതിനെയും. ഇപ്പോൾ പാത്തുമ്മയുടെ ആടിൽ രസമുള്ളൊരു സന്ദർഭമുണ്ട്. പാത്തുമ്മയുടെ ആടിൽ ബഷീർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ മുമ്പിലൂടെ കുട്ടികളിങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ബഷീർ കരുതുന്നത് താനൊരു സാഹിത്യകാരനാണല്ലോ, തന്നെ കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ട് കുട്ടികളിങ്ങനെ തന്നെ നോക്കുകയാണ് എന്ന് കരുതി സന്തോഷിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് വീടിൻ്റെ പുറവശത്ത് ചാമ്പയ്ക്ക നിൽക്കുന്നുണ്ട്. അതാണ് ഈ കുഞ്ഞുങ്ങൾ നോക്കുന്നത്. അങ്ങനെ തന്നെ നോക്കുന്നു എന്ന് കരുത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു അനുഭവത്തിനുള്ളിൽ അതിൻ്റെ വിപരീതം ഉണ്ടാവും. ബഷീർ അത് ധാരാളമായിട്ട് കണ്ടെടുക്കുന്ന ഒരു എഴുത്തുകാരനാണ്. ഇപ്പോൾ പാത്തുമ്മയുടെ ആടിൽ തന്നെ വേറൊരു സന്ദർഭമുണ്ട്. ബഷീർ ഇങ്ങനെ നാട്ടിലെമ്പാടും അലഞ്ഞു തിരിഞ്ഞ് അവസാനം വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഉമ്മയ്ക്ക് വലിയ സ്നേഹമുണ്ട്. ആ വരവ് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ബഷീർ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വളരെ രാത്രി വന്നിട്ടാണ് വാതിൽക്ക മുട്ടുന്നത്. അപ്പോൾ ഉമ്മ വാതിൽ തുറക്കുമ്പോൾ മകനാണ്. അപ്പോൾ ഉമ്മ പറയും, നീ ചോറ് കഴിച്ചിക്കേ എന്ന് പറയും. അപ്പോൾ ബഷീർ ചോദിക്കും, ഞാൻ ഇന്ന് വരുന്നു ഉമ്മയ്ക്ക് എങ്ങനെ അറിയായിരുന്നു? അപ്പോൾ ഉമ്മ പറയും, ഞാൻ എന്നും ചോറെടുത്ത് വയ്ക്കും. ഈ ഉമ്മയാണ് കേട്ടോ. ഈ ഉമ്മയെ പിന്നെ ബഷീർ ആവിഷ്കരിക്കുന്നത്, ഒരു ദിവസം ബഷീറിനോട് ഉമ്മ 25 റുപ്യ ചോദിക്കും. അപ്പോൾ ബഷീർ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച്, പൈസയൊന്നുമില്ല എങ്കിലും എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് 25 റുപ്യ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മ അപ്പുറത്ത് മാറിയിരുന്നിട്ട് കുറച്ചുറക്കെ പറയുന്നത്, ഞാൻ എന്തൊരു മണ്ടിയാണ് 100 റുപ്യ ചോദിക്കായിരുന്നു എന്നാണ്. ഈ ഒരു കാര്യമുണ്ടല്ലോ. അതായത് എന്തുകൊണ്ടാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാധാരണ നിലയിൽ ഈ വാത്സല്യത്തിൻ്റെ വിപരീതമാണ് വഞ്ചന, സ്നേഹത്തിൻ്റെ വിപരീതമാണ്. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം മകനോട് 100 റുപ്യ ചോദിക്കായിരുന്നല്ലോ, മകനെ പറ്റിക്കാമായിരുന്നല്ലോ എന്ന് ഉമ്മ കരുതുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമില്ലാതെയും വഞ്ചിക്കാം, സ്നേഹത്തോടെയും വഞ്ചിക്കാം എന്നുള്ളതാണ് ഈ വഞ്ചനയുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് എല്ലാ വഞ്ചനയും ഒരേ തരമല്ല. ചങ്ങമ്പുഴ പണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നിത്യമായിട്ട് നീ ജീവിച്ചാലുള്ള കുഴപ്പം നമുക്കിടയിലെ സ്നേഹം അവസാനിക്കും. അതുകൊണ്ട് സ്നേഹം നിൽക്കാൻ നല്ലത് നീ ഇല്ലാണ്ടാവുകയാണ്. അത്യനർഘമാ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്നാണ്. നീ മരിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിടയിലെ സ്നേഹം ഇങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കും. നീ ജീവിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, സ്നേഹം പതുക്കെ പോകും, നീ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് നീ വേണോ സ്നേഹം വേണോ എന്നതിൻ്റെ ഒരു റൊമാൻറ്റിക് ഉത്തരം അത്യനർഘമാ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്നതാണ്. ഇത് സ്നേഹത്തിലൊരു വൈരുദ്ധ്യമാണ്. അതൊരു കുറ്റമാണെന്ന് പറഞ്ഞുകൂടെ. ഇപ്പോൾ കേസരി ഒരിക്കൽ എഴുതുന്നുണ്ട്, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചത് കൊണ്ട് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഞാൻ പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ സ്നേഹം എന്ന് പറയുന്നത് എന്തിനെയാണ്? നിങ്ങൾ ഒരാളെ സവിശേഷമായി സ്നേഹിക്കുന്നതാണോ സ്നേഹം, അതോ മനുഷ്യവംശത്തെ സാമാന്യമായി സ്നേഹിക്കുന്നതാണ്? മനുഷ്യവംശത്തെ സാമാന്യമായി സാർവത്രികമായി സ്നേഹിച്ചാൽ മനുഷ്യവംശം നിങ്ങളെക്കുറിച്ച് കരുതുക, അയാൾക്ക് ആരോടും സ്നേഹമില്ല. കേസരി ഒരു മാരകമായ വാക്യം അതിന് പിന്നാലെ എഴുതുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഒരാളും ആ വാക്യം അതുപോലൊരു വാക്യം എഴുതിയിട്ടില്ല. കേസരി എഴുതുന്നത്, എൻ്റെ മകളെ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്തു മരവിച്ച ജഡത്തിന്മേലാണ് എന്ന് പിന്നാലെ എഴുതുന്നുണ്ട്. 9-ാം വയസ്സിൽ ആ കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷമാണ് ഈ വാക്യം, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ ഭാര്യയെയും മകളെയും ഞാൻ പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരാളോട് പുലർത്തുന്ന തീർത്തും സ്വകാര്യമായിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവായ ഒരു ബന്ധമാണോ? മറ്റെല്ലാറ്റിനെയും പുറത്താക്കി ഒന്നിനോട് മാത്രം പുലർത്തുന്ന ഒരു അനുഭവമാണോ? അതോ നിങ്ങൾ ലോകത്തോട് ആകമാനം പുലർത്തുന്ന ഒരു ബന്ധമാണ്? നിങ്ങൾ ലോകത്തോട് ആകമാനം ബന്ധം പുലർത്താൻ, സ്നേഹം പുലർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്നേഹശൂന്യനായ ഒരാളായിട്ട് പരിഗണിക്കപ്പെടും എന്നത് സ്നേഹത്തിൽ ഒരു പ്രശ്നമാണ്. ഇത് വലിയ എഴുത്തുകാരെ അലട്ടിയ ഒരു പ്രശ്നമാണ്. കൃഷ്ണമൂർത്തി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കൃഷ്ണമൂർത്തിയല്ല, ബൈബിളിൽ നിങ്ങൾക്ക് ഈ വാക്യം കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നതിൽ എന്താണ് അർത്ഥം? അത് ചുങ്കക്കാരും ചെയ്യുന്നില്ലയോ?
നിങ്ങൾ 10 റുപ്യ എടുത്തിട്ട് ഒരു സാധനം വാങ്ങുന്നത് പോലെ സ്നേഹം കൊടുത്ത് സ്നേഹം തിരിച്ചു വാങ്ങുമ്പോൾ വാസ്തവത്തിൽ അതൊരു കച്ചവടമാണല്ലോ. ജിത്തു കൃഷ്ണമൂർത്തി പിന്നീട് പറയും ദാറ്റ് ഐ ലവ് യു ഓൺലി ബിക്കോസ് യു ലവ് മീ. ഇറ്റ് ഡസൻ കോൺസ്റ്റിറ്റ്യൂട്ട് റിയൽ ലവ്. റിയൽ ലവ് ഡിമാൻഡ്സ് നത്തിങ് ഇൻ റിട്ടേൺ എന്ന്. ഇത് സാധ്യമാണെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു പ്രശ്നമാണ്. അതായത് സ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരാളും തമ്മിലാണോ സാർവത്രികമാണോ? സാർവത്രികമാകുമ്പോൾ അതൊരു സ്നേഹശൂന്യതയായിത്തീരും. ആശാൻ പറഞ്ഞതുപോലെ ഭാവത്തിൻ്റെ പരകോടിയിൽ അഭാവമായിത്തീരും. ഈ വൈരുദ്ധ്യത്തെ കാണുക എന്നുള്ളതാണ് ഒരുപക്ഷെ എഴുത്തിലെ വലിയൊരു പണി. അല്ലാതെ ഏവർക്കും അറിയുന്നൊരു കാര്യം ആവർത്തിച്ച് പറയലല്ല, മറിച്ച് ഈ വൈരുദ്ധ്യത്തെ കാണലാണ്. ബഷീർ ഈ വൈരുദ്ധ്യത്തെ കണ്ടുകൊണ്ടേയിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്ന ഉമ്മയിൽ ഒരു വഞ്ചനയുണ്ട് എന്നും ആ വഞ്ചനയും സ്നേഹം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നതെന്നും ദേവിക്ക് തന്നോട് അനുരാഗമുള്ളപ്പോൾ തന്നെ ഏറെ പ്രയാസപ്പെട്ടാണ് ദേവി തന്നെ സ്നേഹിക്കുന്നതെന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും അങ്ങനെ സ്വയം ഒരു ബലി കൂടിയാണ് തൻ്റെ സ്നേഹമെന്ന് തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് തൻ്റെ സ്നേഹത്തിന് കുറച്ചൊരു മഹിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് തൻ്റെ കാമുകി എന്നും തൻ്റെ കാമുകി തന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ് വേറെ ചിലരെയും സ്നേഹിച്ചിരുന്നു എന്നും ഒക്കെ അറിയുന്ന ഒരു കാമുകനായിട്ട് മാറിക്കൊണ്ട് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഈ വൈരുദ്ധ്യങ്ങളെ ബഷീർ ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെ മറച്ചു വെച്ച ഒരാളല്ല, വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കാൻ മടി കാണിച്ച ഒരാളല്ല, മറിച്ച് വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ നിലക്കൊണ്ട ഒരാളായിരുന്നു ബഷീർ എന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ഒരുപക്ഷെ പിന്നെ സമകാലികമാക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം ഈ ഓരോ ബന്ധങ്ങൾക്കുള്ളിലും അതിൻ്റെ വിപരീതങ്ങൾ, ഒരനുഭവത്തിനുള്ളിൽ അതിൻ്റെ വിപരീതങ്ങളുണ്ട് എന്നത് നാം ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കി വരുന്ന ഒരു കാലം കൂടിയാണ്. ഈ വിപരീതങ്ങളെ ആദ്യം തെളിയിച്ചെടുക്കുന്ന ഒരാൾ കൂടിയായിട്ട് ബഷീർ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കൃതി നോക്കിയാൽ ആ കൃതിക്കൊരു സബ് ടൈറ്റിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നാണ് ആ കൃതിയുടെ ഒരു സബ് ടൈറ്റിൽ. ആ കൃതിയിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു നാഗരികതയുടെ വ്യവസ്ഥയുടെ കലക്കം ഒരു വീട്ടുവഴക്ക് പോലെയായി തീരുന്നതാണ്. ഒരു വീടിൻ്റെ അകം വാസ്തവത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു മൈക്രോകോസം പോലെ മാറിത്തീരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആടുണ്ട്. ഇപ്പം അതിൽ രസമുള്ള സന്ദർഭങ്ങളുണ്ട്. ആ നോവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, നോവലാണോ അത് എന്നൊന്നും പറഞ്ഞുകൂടാ കേട്ടോ, കാരണം അതിൻ്റെ ആമുഖമായിട്ട് ബഷീർ എഴുതിയിട്ടുള്ളത്, ബഷീറിന് ഭ്രാന്തുണ്ടായിരുന്നു കുറച്ച് കാലം. വല്ലപ്പുഴ ആശുപത്രിയിൽ മൂപ്പർക്ക് ചികിത്സയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ രസമുള്ളൊരു സന്ദർഭമുണ്ട്. അപ്പോൾ ഈ വല്ലപ്പുഴ ആശുപത്രി എന്ന് പറയുന്നത് തൃശ്ശൂരപ്പുറമാണ് വല്ലപ്പുഴ ആശുപത്രി. അവിടെ ആയുർവേദ ചികിത്സയൊക്കെയാണ്. അപ്പോൾ പുള്ളി അതിനകത്ത് എഴുതുന്നുണ്ട്, പുള്ളിയുടെ ഒരു ചികിത്സ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകരച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് മൂക്കിലൂടെ ഒഴിക്കും അത്രേ. അപ്പോൾ ഇതിങ്ങനെ തലച്ചോറിൽ വന്ന് പൊട്ടുന്നതാണ്. ആ പൊട്ടുന്നതിന് മുമ്പ് ഒരു ഭാഷയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബ്ലുങ്കോസ് ബ്ലൂം എന്ന് പറഞ്ഞ് പൊട്ടുന്നതാണ്. ബഷീർ ഇങ്ങനെ പുതിയ ഭാഷ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ആമുഖത്തിൽ പുള്ളി എഴുതുന്നത്, പുള്ളിയെ കാണാൻ വരുന്നവരെല്ലാം മൂക്കിൽ പുള്ളി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പട്ടികയുണ്ട്, എൻ പി കൃഷ്ണമാര്, എം ടി വാസുദേവൻ നായർ, എൻ പി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ പേരൊക്കെ കൊടുത്തിട്ട് അവസാനം എഴുതിയേക്കുന്നത് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിച്ച് അടുത്ത പതിപ്പിച്ച് ഇറക്കാനാണ്. അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ആമുഖമൊക്കെ ഉണ്ട് അതിന്. ഈ ആമുഖം വാസ്തവത്തിൽ നോവലിൻ്റെ ഭാഗമാണോ അഥവാ ഇത് നോവലാണോ, ഇത് ആത്മകഥയാണോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വാസ്തവത്തിൽ ആ ഫോമിനെ, മലയാളത്തിൽ നോവൽ എന്ന ഫോമിനെ ആദ്യം അഴിക്കുന്ന ആളുകളിൽ ഒരാൾ ബഷീറാണ്. പാത്തുമ്മയുടെ ആട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബഷീറിൻ്റെ വീട്ടുകഥയാണെന്ന് കാണാം. കാരണം ബഷീറിൻ്റെ അനിയനൊക്കെ അതിനകത്തുണ്ട്, ചട്ടുകാലൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരാളുണ്ട്, വ്യാകരണ ഭാഷ. അപ്പോൾ ബഷീർ എഴുതിയ കൃതിയൊക്കെ എടുത്തിട്ട് ബഷീറിൻ്റെ അടുത്ത് ചോദിക്കും, ഇതിനകത്ത് ആഖ്യ എവിടെ, ആഖ്യാതം എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബഷീർ പറയും, പോട ചട്ടുകാലൻ, ഞാൻ എഴുതുന്നത് എന്തോ അതാണ് സാഹിത്യം എന്ന് പറയും, അല്ലാതെ ഇതിനകത്ത് ആഖ്യാതമൊന്നും ഇല്ല എന്ന് പറയും. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇതേ ബഷീർ തന്നെ ഉമ്മയെ മാതാവി എന്ന് വിളിക്കുന്നുണ്ട്. ആ നോവലിൽ കാണാം, ഉമ്മയെ മാതാവി എന്ന് വിളിക്കും. മാതാവി എന്ന് വിളിക്കുമ്പോൾ ബഷീർ, ഉമ്മ കയ്യിലും കണ്ണെടുത്തിട്ട് ബഷീറിൻ്റെ തലക്കടിക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എവിടെ നിന്നാണ് ഈ മനുഷ്യപ്പറ്റില്ലാത്ത ഭാഷ കിട്ടിയത് എന്ന് ചോദിക്കും. ഇങ്ങനെ ഉമ്മയെ മാതാവി എന്ന് വിളിക്കുമ്പോൾ വ്യക്തമാണല്ലോ. ഇപ്പം നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് അമ്മയോട് മാതാവിയെ ചായ തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ നിന്ന് പുറത്തേക്ക് അറിയുന്ന, അല്ലാതെ ഇനി വച്ച് താമസിപ്പിക്കരുത് എന്നാണ് അതിൻ്റെ ഒരേ ഒരു അർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള ഭാഷയിൽ ബഷീർ എഴുതുന്നുണ്ടോ? ബാല്യാല സഹിക വായിച്ചാൽ എന്താണ്, ബാലഭാസ്കരൻ കുന്നിൻ്റെ ഉച്ചിയിൽ വന്ന് ചരിവിലുള്ള ഗ്രാമത്തെ പ്രകാശത്തിൽ പൊൻപ്രഭയിൽ മുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് സാഹിത്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പുള്ളി വന്നിട്ട് ഈ പാത്തുമ്മയുടെ ആടിലൊക്കെയുള്ള ഈ ഭാഷയിലേക്ക് മാറുകയും കഴിയുന്നത്ര ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കുകയും
400 പേജായിരുന്നു ബാല്യകാലസഖി. അത് വെട്ടിയാണ് ഇപ്പോൾ ഉള്ള 70 പേജായത്. 70 പേജേ ഇപ്പോൾ ഉള്ളൂ 400 പേജിൽ നിന്ന്. എഴുത്തുകാർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം അവരവരെ വെട്ടി ചെറുതാക്കലാണ്. കാരണം താൻ എഴുതിയത് എന്തോ വിശുദ്ധമാണെന്ന് എല്ലാ എഴുത്തുകാരും തെറ്റിദ്ധരിക്കും. അതിൻ്റെ പേര് കൂടിയാണ് ഈ പ്രതിഭ എന്ന് പറയുന്നത്. ബഷീർ പക്ഷെ ഒരു മടിയും ഇല്ലാതെ വെട്ടിച്ചുരുക്കി 400 പേജിൽ നിന്ന് 75 പേജുള്ള ഒരു കൃതിയായിട്ട് ബാല്യകാലസഖിയെ മാറ്റി. അങ്ങനെ ചെറുതായിട്ട് എഴുതിയത്. പക്ഷെ ചെറുതായിട്ട് എഴുതുന്നുള്ളതിൻ്റെ അർത്ഥം ചെറിയ കാര്യം എഴുതുന്നൊന്നല്ല, മറിച്ച് ബഷീർ അതിനെ ആറ്റിക്കുറുക്കിയെടുക്കുകയും വേണമെങ്കിൽ വൈലോപ്പിള്ളി ചെയ്തതുപോലെ വൈലോപ്പിള്ളിയും ബഷീറും തമ്മിൽ ഒരു നിലയ്ക്ക് സാദൃശ്യമുണ്ട്. അതെന്താ വെച്ചാൽ ഈ വൈരുദ്ധ്യങ്ങളെ കാണുന്നതിലാണ്. അതേസമയം തന്നെ വൈലോപ്പിള്ളി വൈരുദ്ധ്യങ്ങളെ അതിൻ്റെ പാരുഷ്യത്തിലാണ് നിർത്തിയതെങ്കിൽ ബഷീർ ഈ വൈരുദ്ധ്യങ്ങളെ ഒരുതരം പ്രസാദത്തിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ശ്രമിക്കും. വൈലോപ്പിള്ളിക്ക് താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഫലിക്കില്ല. മൂപ്പർക്ക് ഇത് നന്നാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞു വരുമ്പോൾ കൈവിട്ടു പോകും. വിജയമാഷ് വൈലോപ്പിള്ളിയെക്കുറിച്ച് പറയുന്നുണ്ട്, പിശുക്കൻ സ്വർണ്ണനാണയങ്ങൾ എന്ന പോലെ വാക്കുകൾ ഉപയോഗിച്ച ഒരാളാണ് വൈലോപ്പിള്ളി എന്നാണ്. അതായത് ഒരു വാക്കിന് 2 അർത്ഥം ഉണ്ടെങ്കിൽ ഈ 2 അർത്ഥവും ഉപയോഗിച്ചാലേ മൂപ്പർക്കൊരു തൃപ്തിയാവുള്ളൂ. അങ്ങനെയാണ്, അല്ലാതെ ഒരർത്ഥം കൊണ്ട് തീരില്ല. ഇപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്കുവശത്തൊരു കുളമുണ്ട്, വടക്കേച്ചിറ എന്നാണ് ആ കുളത്തിൻ്റെ പേര്, തൃശ്ശൂർക്കാർക്കറിയാം. അതിനെക്കുറിച്ച് വൈലോപ്പിള്ളി, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ദേവസ്വം ക്വാർട്ടേഴ്സിലാണ് വൈലോപ്പിള്ളി താമസിച്ചിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് വൈലോപ്പിള്ളി എഴുതുന്നത്, പണ്ടാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും, പണ്ടാരമാം വാഴ്ചയിൽ ഇന്ന് അതൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും. കണ്ടാൽ കുളിക്കണം, കണ്ടാൽ കുളിക്കണം, രണ്ടും പരസ്പര വിരുദ്ധമാണ്. പക്ഷെ വൈലോപ്പിള്ളി 2 സാധ്യതയും ഉപയോഗിക്കും. ഇത് വലിയ മലതുരക്കൽ എന്ന് പറയുന്ന കവിതയുണ്ട്. അച്ഛനും മകനും ഇങ്ങനെ മലതുരന്ന് വരുന്നു. അടുത്തെത്താറായപ്പോൾ മകൻ വിളിച്ചു ചോദിക്കും, അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? അച്ഛൻ്റെ മറുപടി, അപ്പനെ എനിക്ക് അസലായി കേൾക്കാം. മകൻ അച്ഛനെ വിളിക്കുന്ന അപ്പനാണ്, അച്ഛൻ മകനെ വിളിക്കുന്നതും അപ്പനാണ്. എല്ലാ അപ്പനും അപ്പനല്ല എന്ന് കണ്ടാലും മതി കേട്ടോ. അങ്ങനെ ഈ ഒരു സാധ്യത വൈലോപ്പിള്ളിയിൽ ധാരാളമുണ്ട്. ഈ കണ്ണീർപ്പാടം എന്ന് പറഞ്ഞൊരു കവിതയാണ്, ദാമ്പത്യ കലഹത്തിൻ്റെ കഥയാണ്. കവിത തുടങ്ങുന്നത്, ബസ് വന്നുപോയി ദൂരാലിരമ്പം കേൾപ്പൂ, വേഷം വിസ്തരിച്ചത് പോരും അമ്പലത്തിലേക്കല്ലേ. ഭാര്യയോട് നസ്യം പറയാം, ബസ് വരുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, ഇത്ര ഒരുങ്ങിയത് മതി, അമ്പലത്തിലേക്കാണല്ലോ. അടുത്ത വരി, പിന്നെയും ചന്തം ചാർത്തി തങ്ങി നീ ഭദ്രേ. ഭദ്രേ എന്നൊക്കെ വെറുതെ വിളിക്കലാണ് കേട്ടോ. ചന്തം ചാർത്തി തങ്ങി നീ ഭദ്രേ, ബസ്സു വന്നു പോയി, സവിഷാദം നിന്നു നാം ആലിഞ്ചോട്ടി. ആദ്യത്തേതിൽ ബസ് വന്നു പോയി എന്നാണ്, രണ്ടാമത്തേതിൽ ഒരു കോമയിട്ട് നേരെ അതിൻ്റെ വിപരീതമാക്കും. ഇത് വൈലോപ്പിള്ളിയുടെ ഒരു പ്രത്യേക രീതിയാണ്, എല്ലാറ്റിനെയും അതിൻ്റെ വിപരീതങ്ങളിൽ കൊണ്ടുപോവുക. സഹിൻ്റെ മകൻ എന്നുള്ള കവിതയിൽ ആനയ്ക്കും അതോളകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വൈലോപ്പിള്ളി എഴുതുന്നത്, പൊൽത്തിടം പേര് ദേവന്മാർ വിളങ്ങും ആ മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചിക്കൾ എന്നാണ്. പുറത്ത് ദൈവം, അകത്ത് പിശാച്. നിഗ്രഹോത്സുകം സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം. ആനയുടെ മനസ്സിൽ സ്നേഹം നിറയുന്നു, ആന കൊല വിളിക്കുന്നു. തൻ്റെ പിടിയാനയോട്, കുഞ്ഞുങ്ങളോട്, കാടിനോട്, കാട്ടാറിനോട് ഒക്കെ ആനയുടെ മനസ്സിൽ സ്നേഹം നിറയുമ്പോൾ അമ്പലപ്പറമ്പ് കൊലക്കളായിത്തീരുന്നു. നിഗ്രഹോത്സുകം സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം. നോക്കൂ, വലിയ എഴുത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇതാണ്. അത് യാഥാർത്ഥ്യത്തെ കറുപ്പും വെളുപ്പുമൊക്കെയല്ല, അതിൻ്റെ ഇടയിലെ വൈരുദ്ധ്യത്തിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തും. ബഷീർ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ബഷീർ വൈലോപ്പിള്ളി ചെയ്യുന്നത് പോലെ അതിനെ എന്താ പറയുക, ഒരു 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 ദുർഘടമായൊരു അനുഭവമാക്കുകയല്ല. ബഷീർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എം ബഷീറുമായിട്ട് നടത്തിയ ഒരു പഴയ ദൂരദർശൻ ഇൻ്റർവ്യൂവിൽ ബഷീർ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സങ്കടങ്ങളും യാതനകളും കണ്ണീരും ഒക്കെയാണ്, പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഫലിതമൊക്കെ ചേർത്ത് ആളുകളെ സന്തോഷിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ, വാസ്തവത്തിൽ ഇതൊരു സങ്കടത്തിൻ്റെ കഥയാണ് എന്ന് ബഷീറായിട്ടുള്ള എം ബഷീറായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ബഷീർ കാണുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ വരുന്ന കാലത്ത് തെളിയുന്നതാണ്. ഞാൻ 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ബഷീർ അനുരാഗത്തെ രേഖപ്പെടുത്തുന്ന രീതി നോക്കിയാൽ തന്നെ
അത് അനുരാഗത്തിൻ്റെ ക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നോക്കാം. ഒന്ന്, ബഷീറിൻ്റെ സ്ഥലംകഥകളിൽ വരുന്നൊരു കഥാപാത്രമുണ്ട്, ഈ മണ്ട മുസ്തഫ. ഒറ്റക്കണ്ണം പോക്കറുടെ മകള്, ഒറ്റക്കണ്ണം പോക്കർക്ക് ചായക്കടയാണ്, പോക്കറുടെ മകളാണ് സൈനബയാണ്. അപ്പോൾ അവിടെ കടയിൽ സാധനമൊക്കെ എടുത്തു കൊടുക്കുക. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വരുന്ന ആളാണ് ഈ മണ്ട മുസ്തഫ. മുസ്തഫയും സൈനബയും തമ്മിൽ പ്രേമമാണ്. അപ്പോൾ ഈ പ്രേമത്തിൻ്റെ അടയാളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈനബ പുട്ടി വിടുന്ന സമയത്ത് പുട്ടിൻ്റെ കണയിൽ പൊടി ഇട്ടിട്ട് ഒരു പുട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒരു മുട്ട എടുത്ത് വെച്ചിട്ട് വീണ്ടും പൊടി നിറച്ചിട്ട് ആവിയിൽ വേവിക്കും. അപ്പോൾ ആവിയിൽ വേവിച്ചിട്ട് ഈ അങ്ങനെ പുട്ട് വെന്ത് വരുമ്പോൾ ഇത് അകത്തിരുന്ന് പുഴുങ്ങിയ മുട്ടയായി തീരും ആവിയിൽ വെന്തിട്ട്. ഈ കഷ്ണമാണ് കൊടുക്കുക. ലളിതമായിട്ട് പറഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായിട്ട് പുഴുങ്ങിയ മുട്ട പ്രണയത്തിൻ്റെ അടയാളമായി തീരും. നിങ്ങൾ കാമുകിക്ക് പുഴുങ്ങിയ മുട്ട കൊടുത്ത് അന്ന് തീരും കേട്ടോ പ്രണയം. നമ്മൾ ഐസ്ക്രീം കൊടുക്കും, കവിത എഴുതി കൊടുക്കും, ഇതൊക്കെ സാധ്യമാണ്. ഇതിൻ്റെ അനുഭവം എന്താണെന്നറിയോ? ഈ പ്രണയം എന്ന് പറയുന്നത് വിശക്കുന്നവർ പ്രേമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതാണ് ബഷീർ കൊണ്ടുവരുന്നൊരു മാറ്റം. അപ്പോൾ അത് റോസാപ്പൂ ആവില്ല, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്നൊന്നും ആവില്ല. അല്ലെങ്കിൽ ചങ്ങമ്പുഴ പണ്ട് എഴുതിയിരുന്നു, ഒന്നും എനിക്ക് വേണ്ട മൃദുചിത്തത്തിൽ എന്നെക്കുറിച്ചുള്ളൊരു ഓർമ്മ മാത്രം മതി. ഞങ്ങളൊക്കെ ഒരുപാട് പേർക്ക് എഴുതി കൊടുത്താൽ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അക്കാലത്തൊക്കെ ഇതിങ്ങനെ എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. അതൊന്നുമല്ല, ഒരു പുഴുങ്ങിയ മുട്ടയായി തീരും. അല്ലെങ്കിൽ മതിലുകളിൽ നാരായണി അപ്പുറത്തെ ജയിലിലുണ്ട്, നാരായണി അപ്പുറത്തെ ജയിലിലുള്ളത് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ ആകാശത്തേക്ക് ഒരു ഉണങ്ങിയ ചുള്ളിക്കൊമ്പ് വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ലോലമായ ഒരു അനുഭവത്തെ ജീവൻ അറ്റുപോയ ഒരു കമ്പ് കൊണ്ട് അടയാളപ്പെടുത്തുന്നു എന്നതാണ് അവിടെ സംഭവിക്കുന്നത്. ഏറ്റവും ജീവസുറ്റ ഒരു അനുഭവം ഈ ഉണങ്ങിയ ഒരു കമ്പായിട്ട് മാറുന്നു. അതായത് ആരാണ് പ്രേമിക്കുന്നത്? അത് മാർത്താണ്ഡവർമ്മയും സുഭദ്രയും തമ്മിലാണോ? അത് മാധവനും ഇന്ദുലേഖയും തമ്മിലാണോ? അത് പളനിയും കറുത്തമ്മയും തമ്മിലാണോ എന്നതൊക്കെ നമ്മുടെ സാഹിത്യം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോക്കറ്റടിക്കാരൻ പ്രേമിക്കാൻ തുടങ്ങുന്നു, ഒരു ജയിൽ പുള്ളി പ്രേമിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രേമത്തിന് എന്ത് സംഭവിക്കുന്നു? വളരെ വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ ഒരനുഭവത്തിൻ്റെ അതിര് പൊട്ടുകയാണ്. നമ്മൾ അക്കാലം വരെ പ്രണയം എന്ന് കരുതുന്നതിനെ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് ബഷീർ ഒരുപാട് ഈ അനുഭവത്തെ തള്ളി നീക്കുന്നു. പിന്നീട് നമ്മുടെ സാഹിത്യ വിമർശനം കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവത്തിൽ പെർക്കികൾ എന്ന് വിളിക്കുന്ന, ഇപ്പോൾ ക്ലാസിക്കൽ സോഷ്യൽ സയൻസിൻ്റെ ഭാഷയിലൊക്കെ ലുംബൻ എന്ന് പറയുമല്ലോ, പോക്കറ്റടിക്കാർ, ഭിക്ഷക്കാർ എന്നൊക്കെ പറയുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ ഏജൻസി ഒന്നും ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ അരികിൽ അങ്ങരഞ്ഞു പോകുന്ന മനുഷ്യർ. ഈ മനുഷ്യരെയാണ് വാസ്തവത്തിൽ ബഷീർ സ്ഥലംകഥകളിലേക്ക് കൊണ്ടുവന്നത്. ഒറ്റക്കണ്ണം പോക്കര്, മണ്ട മുസ്തഫ, അല്ലെങ്കിൽ ഈ പറയുന്ന ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ. ആനവാരി എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമുള്ളൊരു ആശയമാണല്ലോ. കാരണം ഒരുതരം ബുദ്ധിശൂന്യത വലിയൊരു ബുദ്ധിയായി തീരുന്നു എന്നുള്ളതാണ്. രാത്രി ചാരം കൂട്ടിയിട്ടേക്കണതാണ് എന്ന് കരുതിയിട്ട് ആനയെ കൊരിയെടുക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ രാമൻ നായർ. അതാണ് ആനവാരി രാമൻ നായർ. പൊൻകുരിശു തോമ പക്ഷേ പള്ളിയിൽ നിന്ന് കുരിശടിച്ച് മാറ്റുന്ന ആളാണ്. മൂപ്പർക്ക് പക്ഷേ അതിന് വളരെ മൗലികമായൊരു ന്യായമുണ്ട്. എന്താ വെച്ചാൽ മരക്കുരിശി കിടന്ന് മരിച്ച കർത്താവിന് എന്തിനാണ് സ്വർണ്ണക്കുരിശ് എന്ന ചോദ്യമാണ് പുള്ളി ചോദിക്കുന്നത്. അതുകൊണ്ട് അതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പൊൻകുരിശു തോമ കരുതുന്നു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള മനുഷ്യർ, ഈ മനുഷ്യരാരാണ്? നമ്മുടെ മുഖ്യധാരയിലൊന്നും ഇടമില്ലാത്ത, അതിൻ്റെ അരികിലേക്ക് പൂർണ്ണമായിട്ട് തള്ളി മാറ്റപ്പെട്ട, തീർത്തും ലുംബൻ എന്ന് നാം വിളിക്കുന്ന പെർക്കികൾ. ഈ പെർക്കികളുടെ പ്രണയത്തെക്കുറിച്ച്, അവരുടെ വിഷാദങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതോത്സാഹത്തെക്കുറിച്ച് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു എഴുത്താണ് ബഷീർ. അതുകൊണ്ട് ബഷീർ വിപ്ലവം സൃഷ്ടിക്കുന്നത് വിപ്ലവം വിജയിക്കട്ടെ എന്ന് മുദ്രാവാക്യമൊന്നും മുഴക്കിയിട്ടല്ല, മറിച്ച് മനുഷ്യൻ എന്ന് പറയുന്നതിൽ ഈ എൻ്റെ പാപ്പയിലെ നിസാർ മുഹമ്മദ് മാത്രമല്ല, മറിച്ച് ഈ ഒറ്റക്കണ്ണം പോക്കരുണ്ട് എന്ന് പറയുന്നത്. ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ പാപ്പയുടെ ഉത്തരം ഈ നിസാർ മുഹമ്മദാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറയുകയും താച്ചുമ്മയുടെയും കുഞ്ഞു പാത്തുമ്മയുടെയും ജീവിതത്തിലേക്ക് അന്ധകാരമൊക്കെ അകറ്റിയിട്ട് ഈ ജനല് തുറക്കുമ്പോൾ വെളിച്ചം വന്ന് നിറയുന്നില്ല. ആ വെളിച്ചം കൊണ്ടുവരുന്ന മനുഷ്യനെയാണ് ഒരുപക്ഷെ നമ്മൾ ഈ കൃതിയിൽ കാണുക, എൻ്റെ പാപ്പയിൽ. പക്ഷേ പാത്തുമ്മയുടെ ആട്ടിലെത്തുമ്പോഴേക്കും ആ വെളിച്ചമൊക്കെ പതുക്കെ പതുക്കെ മാറുകയും വേറെ തരം ചില വെളിച്ചങ്ങൾ വരികയും, സ്ഥലം കഥകളിൽ എത്തുമ്പോൾ ഈ വെളിച്ചം കൊണ്ടുവന്ന നിസാർ മുഹമ്മദിനെ പോലുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ട് ഈ മണ്ട മുസ്തഫയോ ഒറ്റക്കണ്ണം പോക്കരോ സൈനബയോ ആനവാരി രാമൻ നായരോ പോലുള്ള പെറുക്കികൾ
മലയാളത്തിൻ്റെ സാഹിത്യത്തിൽ ആദ്യം ഇടം പിടിക്കുന്നു. ഒരുപക്ഷെ ആ പെറുക്കിയുടെ പിൽക്കാലമാണ് കേട്ടോ അലാഹയുടെ പെൺമക്കളിലോ തിയൂർ രേഖകളിലോ നമ്മുടെ വർത്തമാനകാലത്തെ മാർജിനൽ റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നതിൽ നാം കണ്ടു തുടങ്ങുന്നത്. ബഷീർ ഒരു തമാശ കഥയായിട്ട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ആ സ്ഥലം, ബഷീർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സ്ഥലമാകുന്നു ലോകത്തിൻ്റെ നടുമധ്യം എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ചരിത്രകാരനാണ് ഞാൻ എന്നാണ് ബഷീറിൻ്റെ അവകാശവാദം. ഈ വാദങ്ങളിലൊക്കെ ഒരു തമാശയാണെന്നത് വായിക്കപ്പെട്ടതെങ്കിലും, തമാശയായിട്ടാണ് വായിക്കപ്പെട്ടതെങ്കിലും, ഇന്ന് നാം ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വേറൊരു രൂപത്തിൽ കുറച്ചുകൂടി സാങ്കേതികമായിട്ട് പറയാം, നവോത്ഥാന മാനവികത പുറന്തള്ളിയ മനുഷ്യരായിരുന്നു ബഷീറിൻ്റെ സ്ഥലം കഥകളിലെ മനുഷ്യർ. നിങ്ങൾ മനുഷ്യർന്ന് പരിഗണിക്കാതിരുന്നവർ, മാനുഷികതയുടെ ഒരു അധികാരവും കിട്ടാതിരുന്നവർ, സ്നേഹമോ കുടുംബ ബന്ധങ്ങളോ സാമൂഹ്യ അധികാരങ്ങളോ രാഷ്ട്രീയ ജീവിതമോ ഒന്നുമില്ലാത്ത പെറുക്കികൾ. ഈ പെറുക്കികൾ മലയാളത്തിലേക്ക് ആദ്യം വരുന്നത് ഒരു പക്ഷേ ബഷീറിൻ്റെ എഴുത്തിലാണ് എന്ന് കാണാം. ഇവർ കൂടി ചേർന്നതാണ് ജീവിതം എന്ന് ബഷീർ നമ്മോട് പറയുകയും ഒരു പക്ഷേ നമ്മൾ ജീവിതത്തെക്കുറിച്ചുണ്ടാക്കിയ ധാരണയുടെ അതിർത്തികളെ അദ്ദേഹം പൊട്ടിച്ചു കളയുകയും ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രേമലേഖനത്തിൽ നിന്ന് പാത്തുമ്മയുടെ ആടിലേക്ക് എത്തുമ്പോൾ, പ്രേമലേഖനത്തിൽ നിന്ന് അനുരാഗത്തിൻ്റെ ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ, എൻഡുപ്പാപ്പയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലം കഥകളിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ ബഷീർ എത്തിച്ചേരുന്നു എന്ന് പറയാം. അതായത് ഒരു ഭാഗത്ത് നവോത്ഥാന മാനവികതയുടെ പ്രസാദങ്ങളിലാണ് ബഷീർ ജീവിക്കുന്നത്. ആ നന്മ ബഷീർ ഒരിക്കലും വിട്ടിട്ടില്ല കേട്ടോ. വളരെ പ്രസിദ്ധമായ കഥയുണ്ടല്ലോ, ബഷീർ ചായ കുടിക്കാൻ കയറുന്നു, അദ്ദേഹത്തിൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ പേഴ്സ് പോക്കറ്റടിച്ച് പോയിരിക്കുന്നു. അപ്പോൾ വലിയ പട്ടാണിയുടെ കടയാണ്, അഫ്ഗാനിസ്ഥാനിലെ എവിടെയോ അലഞ്ഞു തിരിയുന്ന കാലത്താണ്. അപ്പോൾ കടയിൽ ചെന്നിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് പറയുന്നു, ഇങ്ങനെ പൈസ ഇല്ല, പോക്കറ്റ് അടിച്ച് പോയതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭീമാകാരനായ ഒരു പട്ടാണിയാണ് ഇതിൻ്റെ മാനേജറായിട്ടിരിക്കുന്നത്. അയാൾ ബഷീറിൻ്റെ ഷർട്ട് അഴിച്ചു മേടിക്കുന്നു, അയാളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മേടിക്കുന്നു. അവസാനം അടിവസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് അരികെ നിന്ന് വലിയ താടിയെല്ലാം ഉള്ള ഒരാൾ വന്നിട്ട് എത്ര റുപ്യാണ് ഇയാൾ തരാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത്ര റുപ്യാന്ന് പറയുന്ന ആൾ ആ പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്ത് ബഷീറിന് വസ്ത്രമെല്ലാം തിരിച്ചു മേടിച്ചിട്ട് ഇയാളും ബഷീറും കൂടി ബഷീറിനെ കൂട്ടി അയാൾ പുറത്തേക്ക് ഇറക്കുന്നു. പുറത്തിറങ്ങിയ ആളുകളൊന്നും ഇല്ലാത്തൊരു മൂലയിൽ ചെന്നിട്ട് ഇയാൾ ഈ പോക്കറ്റിൽ നിന്ന് 6-7 പേഴ്സ് എടുത്തിട്ട് ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ് എന്ന് ചോദിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇത് ഒരുപക്ഷെ ഏറ്റവും വിപരീതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യ സ്നേഹത്തെ കൂടി ബഷീർ അവിടെ കാണുന്നുണ്ട് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം തടവാണ് എന്ന് പറയുന്ന മതിലുകളിലെ, അല്ലെങ്കിൽ പ്രണയം ഈ പറയുന്ന അതിൻ്റെ ഒരു പുഴുങ്ങിയ മുട്ടയായിട്ടോ ഉണങ്ങിയ ചുള്ളിക്കമ്പായിട്ടോ വരുന്ന ഒരു ഭാവനാ സന്ദർഭത്തിൽ ഒക്കെ നാം കാണുന്ന ഈ വിപരീതത്തിൻ്റെ തലത്തെ ബഷീർ പോസിറ്റീവായിട്ടും ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിടത്ത് നിൽക്കുന്നില്ല. പ്രേമലേഖനത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പൂവമ്പഴം എന്ന കഥയിലോ ഒക്കെ അനുരാഗം എന്നത് ഒരു സ്വാഭാവികമായ ഒരു ഹൃദയബന്ധം നിറഞ്ഞ മാനുഷികമായൊരു തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ശബ്ദങ്ങളിലെത്തുമ്പോഴേക്കും അല്ലെങ്കിൽ പാത്തുമ്മയിലെത്തുമ്പോഴേക്കും അനുരാഗത്തിൻ്റെ ദിനങ്ങളിലെത്തുമ്പോഴേക്കൊക്കെ അത് ജീവിത വൈരുദ്ധ്യങ്ങളെ ആഴത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ അനുരാഗ കൽപ്പന തന്നെ മാറുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നോക്കിയാൽ പിൽക്കാലത്ത് തെളിയാനിരിക്കുന്ന ഒരു ഉത്തരാധുനികമെന്നൊക്കെ വിളിക്കാവുന്ന ഭാവനയുടെ പൂർവ്വ മാതൃകകളെ നമുക്ക് പാത്തുമ്മയുടെ ആട് പോലുള്ള കൃതികളിൽ കാണാം. മറിച്ച് നവോത്ഥാന മാനവികത ഉയർത്തിപ്പിടിച്ച മനുഷ്യ സ്നേഹത്തിൻ്റെ കൊടി ഉയർന്നു പാറുന്ന കഥകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മറ്റിടങ്ങളിലും കാണാൻ കഴിയും. ഇങ്ങനെ രണ്ടറ്റങ്ങളിലും ബഷീർ ജീവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ തെളിഞ്ഞ വളരെ ആഴമുള്ളൊരു പ്രകൃതി ബോധം. 2 കാര്യങ്ങളും കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വളരെ ആഴമുള്ളൊരു പ്രകൃതി ബോധമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അത് ഭൂമിയുടെ അവകാശികൾ എന്നതാണ്. ആരുടേതാണ് ഈ ഭൂമി എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുകയും അത് തൻ്റേത് മാത്രമല്ല എന്ന് പല നിലയ്ക്ക് പറയുകയും ചെയ്തു. ചിലപ്പോൾ തമാശയായിട്ട് പറഞ്ഞു. സുമാർ അഴീക്കോടിനൊരു കത്തെഴുതുമ്പോൾ ആ കത്തിൽ പറയുന്നത്, ഞാനിവിടെ ഒരു ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ധാരാളം പാമ്പുകൾ, 900 കാക്കകൾ ഇവയോടൊപ്പം സുഖമായി കഴിയുന്നു എന്ന് എഴുതുന്നുണ്ട്. ഇതൊരു അലങ്കാരമാണെന്ന് തോന്നാമെങ്കിലും അതുമാത്രമല്ല, അതിലൊരു ആശയമുണ്ട്. വി കെ ശ്രീരാമൻ ഒരിക്കൽ എഴുതുന്നുണ്ട്,
ശ്രീരാമൻ CV ശ്രീരാമൻ്റെ കൂടെ ബഷീറിനെ കാണാൻ ചെന്നു. അപ്പോൾ ഇരിക്കാൻ കസേര ഉണ്ടായിട്ടില്ല. അപ്പോൾ ശ്രീരാമേട്ടൻ ഇങ്ങനെ കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്, ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ CV ശ്രീരാമനോട്, കഥാകൃത്തുണ്ടല്ലോ മരിച്ചുപോയ CV ശ്രീരാമനോട് ചോദിച്ചു, അതാരാ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കണമെന്ന് ചോദിച്ചു. അത് ശ്രീരാമനാണെന്ന് പറഞ്ഞു. ശ്രീരാമനായാലും രാവണനായാലും മാറി നിൽക്കാൻ പറയണം. ആ തെങ്ങിൻ്റെ മുകളിൽ ഉണങ്ങിയൊരു തേങ്ങയുണ്ട്, അത് സുമാരഴിക്കോടിന് വച്ചിട്ടുള്ളതാണ്, അത് ഇയാക്കടെ തലയിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ബഷീർ അഴീക്കോടിന് കത്തെഴുതുമ്പോൾ അഭിസംബോധന സാഗരഗർജനമേ എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതുക. താങ്കൾ അയച്ച കത്ത് കിട്ടി, അതുപോലെ എനിക്ക് വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു, അയാൾ വായിച്ചു എന്നൊക്കെയാണ് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ ബഷീർ സ്ഥിരമായിട്ട് ബഷീറിൻ്റെ കത്തുകൾ വായിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രകൃതിയെക്കുറിച്ചുള്ളൊരു വലിയ ബോധം ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു സവിശേഷമായ കാര്യം, ഞാൻ ഈ പറഞ്ഞതിനൊക്കെ അപ്പുറം ബഷീറിനെ വലിയ എഴുത്തുകാരനാക്കുന്ന മറ്റൊരു ഘടകം താനും അപാരതയും തമ്മിലുള്ള, അഥവാ പ്രപഞ്ചത്തിൻ്റെ ഒരു പരമമായ യാഥാർത്ഥ്യവും താനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന വലിയ എഴുത്തുകാരെ മാത്രം ഒലയ്ക്കുന്ന ഒരു ചോദ്യം. ചെറിയ എഴുത്തുകാർ അവരുടെ കാലത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിൽക്കും. ബഷീർ അവരുടെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല നിന്നത്. അനർഘ നിമിഷം എന്ന കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബഷീർ അതിൽ എഴുതുന്നുണ്ട്, ആരാണ് എൻ്റെ കാൽപ്പാടുകൾ മായ്ച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് വലിയൊരു ചോദ്യമാണ്. മനുഷ്യനൊരു പക്ഷേ നേരിടുന്ന ഏറ്റവും വലിയ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. ആരാണ് തൻ്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്നത്? എൻ്റെ മുദ്രകളെ ചരിത്രത്തിൽ നിന്ന്, കാലത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു കളയുന്ന ഒരു കാലമുണ്ട്. അതിനിടയിൽ എൻ്റെ മുദ്ര ശാശ്വതമായി പതിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഞാനുമുണ്ട്. ഇതെന്താണ് എന്ന ചോദ്യം ഒരു പക്ഷേ ഒരു എറ്റേണലായിട്ടുള്ള മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന ഏറ്റവും അഗാധമായൊരു ചോദ്യം. ആ ചോദ്യത്തിലാണ് ബഷീർ ഒരുപക്ഷെ ദൈവത്തിലേക്ക് എത്തുന്നത്, ബഷീർ മതത്തിലേക്ക് എത്തുന്നത്. ഈ മതത്തെയൊക്കെ ബഷീർ വേറൊരു നിലയിൽ നേരിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു കൃതിയുടെ പേര് അനൽ ഹക്ക് എന്നാണ്. അനൽ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന അർത്ഥമുള്ളൊരാശയമാണ് ഈ അനൽ ഹക്ക് എന്നുള്ളത്. അത് ഇസ്ലാമിക വിശ്വാസപ്രകാരം അങ്ങനെ ഒരു ശരിയായ അതിൻ്റെ തിയോളജിയിൽ നിൽക്കുന്ന ഒരാശയമല്ല അനൽ ഹക്ക്, ഒരു സൂഫി സ്വഭാവമുള്ള ആശയമാണ്. ആദ്യകാലത്ത് അദ്ദേഹം എഴുതിയ ഒരു കൃതിയുടെ പേരാണ് അനൽ ഹക്ക്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വന്നപ്പോൾ ബഷീർ ഒരടിക്കുറിപ്പ് ആ കഥയുടെ ശീർഷകത്തിന് എഴുതി. എൻ്റെ ചെറുപ്പകാലത്ത് എഴുതിയ കഥയാണ്, അന്നത്തെ ഒരു വികാരാവേശത്തിലാണ് അനൽ ഹക്ക് എന്ന് എഴുതിയത്. ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ എഴുതുമോ എന്ന് സംശയമാണ് എന്ന് എഴുതിയിട്ട് ഏറ്റവും അവസാനം അനൽ ഹക്ക് എന്നാണ്. ഈ ഒരു കാര്യമുണ്ടല്ലോ, ഈ അനൽ ഹക്കിന് വിശദീകരണം കൊടുത്തതിന് ശേഷം പിന്നെയും മൂപ്പരത് ആവർത്തിക്കും. ഇങ്ങനെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്തൊരു ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചില ചോദ്യങ്ങളിലേക്ക്, എന്താണ് ഉണ്മയുടെ പൊരുൾ എന്ന ചോദ്യത്തിലേക്ക്, എന്തുകൊണ്ടാണ് നന്മ വിതച്ചിട്ട് നന്മ വിളയാത്തത് എന്ന ചോദ്യത്തിലേക്ക്, എന്തുകൊണ്ടാണ് തിന്മ വളരുന്നത് എന്ന ചോദ്യത്തിലേക്ക് ഒക്കെ ഉള്ള ചില സഞ്ചാരങ്ങൾ ബഷീർ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിർത്തുന്നുണ്ട്. അത് ഒരു ദാർശനിക ഗ്രന്ഥം പോലെ ദാർശനികമായി മുഴക്കമുള്ള ഒരു പ്രത്യക്ഷ ചോദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇതിൻ്റെ മുകളിൽ ബഷീർ സുന്ദരമായൊരു കഥയെ ഇങ്ങനെ വിന്യസിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു കുഞ്ഞിനത് വായിച്ചു പോകാൻ പറ്റും, ഒരു മുതിർന്ന ആൾക്കും അത് വായിച്ചു പോകാൻ പറ്റും. രണ്ട് നിലയിലും വായിക്കപ്പെടാൻ പാകത്തിന് എഴുതുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് വലിയ എഴുത്തുകൾക്ക് മാത്രം കയറുന്ന ഒരു കാര്യമാണ്. അതായത് ഡസ്റ്റോവ്സ്കിയുടെ കാരമസോവിനെ കുറിച്ച് പറയും. കാരമസോവ് സീരിയലൈസ് ചെയ്തിരുന്ന കാലത്ത് അത് അടുത്ത ലക്കം കിട്ടാൻ വേണ്ടിയിട്ട് കടകളുടെ മുമ്പിലൊക്കെ ഈ മാസിക കാത്ത ആളുകൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്ന് പറയും. അത്ര പോപ്പുലറായൊരു നോവലായിട്ടാണ്, കാരണം ആളുകൾ വായിക്കുന്നത് കുറ്റാന്വേഷണ നോവലായിട്ടാണ്. പക്ഷെ വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള എക്കാലത്തെയും വലിയ ചോദ്യങ്ങളാണ് ആ നോവൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് പേരെ അത് വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കുറ്റാന്വേഷണ കഥ, ഈ ഫാദർ കാരമസോവിനെ കൊന്നത് ആരാണ് എന്നാണ് പലരും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് ആ നോവലിലൊരു ഘടകമാണ്, പക്ഷെ അതിനപ്പുറത്തേക്കൊരു ഘടകമുണ്ട്. എന്നതുപോലെ ബഷീർ ഈ പറഞ്ഞ തമാശ കഥകൾക്കുള്ളിലൂടെ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ എന്നൊക്കെ വിളിക്കാവുന്ന ചില ചോദ്യങ്ങളിലേക്ക് കൂടിക്കിടക്കുകയുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനകാല ഭാവന നോക്കിയാൽ ആ നിലയിലുള്ള ചോദ്യങ്ങൾ ഏറെയൊന്നും അക്കാലത്ത് ഇപ്പോൾ ദേവിനെ പോലെയോ വർക്കിയെ പോലെയോ ലളിതാംബിക അന്തർജനത്തെ പോലെയോ ഒക്കെയുള്ള തകഴി കുറച്ച് ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചെമ്മീനിൽ നിങ്ങൾക്കത് കാണാം, കയറിൽ അതിനേക്കാൾ കൂടുതൽ കാണാം. ബഷീർ പക്ഷെ അത് ആഴത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഖജന അനന്തമായ കാലം സമയം
അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം എഴുതുന്നത് നിങ്ങൾക്കിതിൽ വായിക്കാൻ പറ്റും. ഇങ്ങനെ കാലവും തൻ്റെ ഉണ്മയും തമ്മിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തിൽ താൻ എന്തായിത്തീരും എന്ന ഒരു 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 ഭീതി, ആ ഭീതി അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി, മറികടക്കുന്നതിന് വേണ്ടി കലയെ ഒരു നിർമ്മാണ ലോകമാക്കി മറ്റൊരു ലോകത്തിലേക്കുള്ളൊരു വഴിയായിട്ട് കലയെ മാറ്റി തീർക്കാൻ കഴിയുമോ എന്ന ചോദ്യം, ഇതൊക്കെ ബഷീർ തൻ്റെ എഴുത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ടൈഗർ പോലെയോ ജന്മദിനം പോലെയോ ഒക്കെയുള്ള ആ കാലത്തെ ഏറ്റവും പ്രകടമായ രാഷ്ട്രീയ പ്രമേയങ്ങൾ കഥയാക്കിയ ഒരു എഴുത്തുകാരൻ, മറുഭാഗത്ത് അനുരാഗം പോലെയുള്ളൊരു പ്രമേയത്തെ കൊണ്ടുവന്ന് മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയെ സൂചിപ്പിച്ച ഒരാൾ, പെറുക്കികളുടെ ജീവിതത്തെ ആവിഷ്കരിച്ച ഒരാൾ, ആ സ്ത്രീയുടെ ജീവിതത്തെ, ഇപ്പോൾ പാത്തുമ്മയുടെ ആട് പോലെ, എൻ്റെ പാപ്പ പോലെ, ബാല്യകാല സഖി പോലെ, പ്രേമലേഖനം പോലെയൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ കുമാരനാശൻ മലയാള കവിതയിൽ ചെയ്തതുപോലെ സ്ത്രീയുടെ ജീവിതത്തെ മലയാളത്തിൻ്റെ നോവലിലേക്കും കഥയിലേക്കും ഏറ്റവും ആഴത്തിൽ കടത്തി നിർത്തിയ ഒരാളായിരുന്നു ബഷീർ. അങ്ങനെ ചെയ്ത ഒരാൾ ഒക്കെ ആയിരിക്കെ തന്നെ ആരാണ് എൻ്റെ കാൽപ്പാടുകൾ മായ്ച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഉണ്മയുടെ പൊരുളിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു എഴുത്തുകാരനായിട്ടും ബഷീറിനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല പ്രതലങ്ങളിൽ ജീവിക്കുകയും പല പ്രകാരങ്ങളിൽ സ്വയം നിലകൊള്ളുകയും അതുണ്ടാക്കുന്ന വൈരുദ്ധ്യങ്ങളെ ഭയപ്പെടാതിരിക്കുകയും ആ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ സ്വയമേ ഒരു വൈരുദ്ധ്യമായിട്ട് നിലകൊള്ളുകയും ചെയ്ത ഒരാളാണ് ബഷീർ. അദ്ദേഹത്തെ ആചാര്യൻ എന്ന് വിളിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ, കാരണം മൂപ്പരത് ഇഷ്ടപ്പെട്ടിരിക്കുമോ എന്നെനിക്കറിഞ്ഞൂടാ. വിജയമാഷ് ബഷീറിനെ കുറിച്ച് പറയുന്നുണ്ട്, ബഷീറിൻ്റെ വിപ്ലവ മൂല്യമൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബഷീറിനെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് വിജയമാഷ് പഴയൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. മാഷ് അതിൽ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്, ബഷീർ ഇരുന്ന തണലല്ല കൊണ്ട വെയിലാണ് എന്ന്. ഒരു പക്ഷേ നമ്മുടെ ഒരു എഴുത്തുകാരനും കൊണ്ടിട്ടില്ലാത്ത അത്രയും വെയിൽ കൊള്ളുകയും ആ വെയിൽ എൻ്റെ അനുഭവത്തെ ലോകത്തോട് ഇങ്ങനെ പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും അതുവഴി ലോകത്തെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം നമ്മുടെ മലയാളത്തിനുണ്ടാക്കി തരികയും ചെയ്തു എന്നുള്ളതാണ് ബഷീറിനെ ഇന്നും പ്രസക്തമാക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നാം ബഷീർ മരിച്ച് ഇത്രയേറെ കാലങ്ങൾക്ക് ശേഷവും ഒരുപക്ഷെ ഞാൻ കരുതുന്നത് നമ്മുടെ നവോത്ഥാന സാഹിത്യത്തിൽ അപ്പോൾ തകഴിയെ പോലെ ഒരാളായിരിക്കാം ഒരുപക്ഷെ ഇന്ന് സമകാലികമായിട്ടൊക്കെ ഒരു തുടർ ജീവിതമുള്ള ഒരാളായിട്ട് അവശേഷിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് ഭൂതകാലത്തിൻ്റെ എഴുത്തുകൾ എന്ന നിലയിൽ നമ്മൾ വേണമെങ്കിൽ വായിച്ചേക്കാം എന്നല്ലാതെ ഇപ്പോൾ ഉടയിൽ നിന്ന് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് പഴയ കാലത്തിൻ്റെ ഒരു എഴുത്ത് എന്ന നിലയിലാണ്. രണ്ടിടങ്ങളിൽ അങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. കയറ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കയറ് ഈ കാലത്ത് നമ്മളെ വന്ന് പിടിക്കാൻ ശേഷിയുള്ള ഒരു സംഗതിയാണ്. ബാക്കിയുള്ള എഴുത്തുകൾ ഏതാണ്ട് കാലത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞു കിടക്കുന്നതാണ്. ബഷീർ പക്ഷേ കാലത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞു കിടക്കുമ്പോൾ തന്നെ കാലത്തിനപ്പുറത്തേക്കുള്ളൊരു സഞ്ചാരം കൂടിയുണ്ട്. വലിയ കലയെക്കുറിച്ച് മാർക്സ് പറയുന്നൊരു മനോഹരമായ വാക്യമുണ്ട്. മാർക്സ് പറയുന്നത്, ആർട്ട് ഈസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദി മോർട്ടൽ മൂവ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ടൈം എന്ന് പറയും. കലയെന്ന് പറയുന്നത് ഒരേ സമയം രഹസ്യമയമായൊരു കുംഭസാരവും ആ കാലത്തിൻ്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരവുമാണ്. ഒരു സ്വകാര്യമായ കുംഭസാരത്തിൻ്റെ തലം ആ കലയ്ക്കുണ്ട്, കാലത്തിൻ്റെ അനശ്വരഗതിയെയും അത് കൂട്ടിയിണക്കുന്നുണ്ട്. ബഷീറിൽ കാലത്തിൻ്റെ അനശ്വരഗതിയുടെ ചോദ്യങ്ങളുണ്ട്. അതേസമയം നമ്മോട് മാത്രം സംസാരിക്കാൻ കഴിയുന്ന ഒരു രഹസ്യമയമായ കുംഭസാരത്തിൻ്റെ സ്വരത്തെ അത് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുംഭസാര രഹസ്യത്തിലേക്കാണ് വാസ്തവത്തിൽ ബഷീറിനെ വായിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ഒന്ന് ഇമ്മിണി വലിയ ഒന്നിൻ്റെ പ്രസക്തി, അത് ബഷീർ ഒരു തമാശയായിട്ടാണ് എഴുതിയെങ്കിലും വാസ്തവത്തിൽ പല നിലയിൽ ആലോചിക്കാൻ വകയുള്ളതാണ്. ബഷീർ ആ ബാല്യകാലസഖിയിൽ പറയുന്നുണ്ട്, എൻ്റെ കണക്ക് എപ്പോഴും തെറ്റായിരുന്നുവെങ്കിൽ എൻ്റെ ഭാവന വളരെ ശക്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് എത്രയാണെന്നുള്ളതിന് മൂപ്പര് പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു ഉത്തരമാണ് ഇമ്മിണി വലിയ ഒന്നാണ് എന്നത്. അതിൽ വാസ്തവത്തിൽ വേറൊരു നിലയ്ക്ക് ആലോചിച്ചാൽ നമ്മൾ രണ്ട് എന്ന് പറയുന്നത് ഒന്നും ചേർന്നിട്ടാണല്ലോ. പക്ഷെ രണ്ട് എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്, സംഖ്യയുടെ ഒരു പേരാണ്. നിങ്ങൾ ഈ രണ്ടിനെ 3 എന്ന് വിളിച്ചാൽ 1 3 പോകും. രാത്രിയായപ്പോൾ എനിക്ക് ഭ്രാന്തായിപ്പോയി എന്ന് കരുതരുത്. ഞാൻ പറഞ്ഞത് ഈ 2 എന്ന് നാം വിളിക്കുന്നത് വാസ്തവത്തിൽ 1 ചേർന്നുണ്ടാകുന്ന ഒരു സംയുക്തത്തിന് നമ്മളിട്ടൊരു പേരാണല്ലോ. ഇംഗ്ലീഷിൽ അതിനെ 2 എന്ന് വിളിക്കുന്നു, ഹിന്ദിയിൽ ദോന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഈ 2 എന്ന് പറയുന്നത് 2ൻ്റെ മൂല്യത്തെ അതേപടി ഉൾക്കൊള്ളുന്നൊന്നുമില്ല.
നമ്മളത് രണ്ടാണെന്ന് കണക്കാക്കി രണ്ടെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ അതെന്താണ്? അതൊന്നിനേക്കാൾ വലിയ ഒന്നാണ് എന്ന ഒരർത്ഥം ബഷീർ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഭാഷയെ സംബന്ധിക്കുന്ന വലിയൊരു തത്വമാണ്. കാരണം ഭാഷയിൽ ലോകം തെളിയുന്നത് നമ്മൾ ആരോപിക്കുന്ന നിലയ്ക്ക് കൂടിയാണ്. അല്ലാതെ ഇപ്പോൾ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം അതേപടി തെളിയുന്നൊരു സ്ഥലമല്ല വാക്ക്. ഒരു വാക്കും ലോക യാഥാർത്ഥ്യത്തെ അതേപടി പ്രകാശിപ്പിക്കുന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ പച്ച എന്ന് പറയുന്നു. പച്ച എന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ പച്ചയുടെ അനവധി ഷെയ്ഡുകളല്ലാതെ പച്ചയില്ല. നിങ്ങൾക്ക് കേവലമായ ഒരു അബ്സല്യൂട്ട് പച്ചയെ കാണാൻ പറ്റില്ലല്ലോ. ഒരു കേവലമായ പച്ച നിറമില്ല. നമ്മൾ കാണുന്നതെല്ലാം പച്ചയുടെ ഏതെങ്കിലും ഷെയ്ഡുകളാണ്. അതുകൊണ്ട് പച്ചയില്ല. വിജയമാഷ് പണ്ട് പറയുന്നൊരു ഫലിതമുണ്ട്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു പച്ച സാരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് വൈകുന്നേരം പച്ച സാരി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഭാര്യ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതല്ല ഞാൻ പറഞ്ഞ പച്ചാന്ന്. ഇതൊരു സാധ്യതയാണ്. കാരണം ഈ പച്ച എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ഒരു പേരാണെങ്കിൽ ഏത് പച്ചയും പച്ചയാണ്. അനുഭവമാണെങ്കിൽ ഒരൊറ്റ പച്ച മാത്രമേ പച്ചയാവുള്ളൂ. അതുകൊണ്ട് പച്ചയുടെ ഷെയ്ഡുകളേ ഉള്ളൂ. കുഞ്ഞൻ നമ്പ്യാർ അതുകൊണ്ടാണ് പച്ച കണ്ടിട്ട് ഈ മരത കാണുന്നൊക്കെ പറയുന്നല്ലോ. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ച് ചേർത്തു എന്നൊക്കെ നമ്പ്യാർക്ക് തോന്നുന്നു. ഒരു കൊല കണ്ടതാണ്. അത് ഈ പരിവായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ പച്ചാന്നല്ല കേട്ടോ, എന്തും ഒരു വാക്ക് വാസ്തവത്തിലൊരു 20-ാം നൂറ്റാണ്ടിലെ വലിയൊരു സാഹിത്യ ചിന്തകനുണ്ട്, ബ്ലാങ്ഷോ എന്നാണ്. അപ്പോൾ ബ്ലാങ്ഷോ പറയുന്നത്, ബ്ലാങ്ഷോൻ്റെ രസമുള്ളൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കൊരു കസേരയെ ചൂണ്ടിയിട്ട് ഈ കസേര എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഞാനിതിനെ ചൂണ്ടി ഈ കസേര എന്ന് പറയുന്നു, തിരിച്ചപ്പുറത്ത് ആ പ്ലാസ്റ്റിക് കസേരയെ ചൂണ്ടിയും എനിക്ക് ഈ കസേര എന്ന് പറയാം. ഈ കസേര ഉണ്ടാക്കിയ മെറ്റീരിയൽ അല്ല, ഇതിൻ്റെ രൂപമല്ല, ഇതിൻ്റെ ഇരിപ്പിട രീതികളൊന്നുമല്ല ഈ പ്ലാസ്റ്റിക് കസേരയിലുള്ളത്. പക്ഷെ എനിക്കിതിന് രണ്ടിനെയും ചൂണ്ടിയിട്ട് ഒരുപോലെ ഈ കസേര എന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കസേര എന്ന് ഞാൻ പറയുന്ന വാക്കിൽ ഈ കസേരയില്ല. ഈ കസേരയുടെ സ്പെസിഫിസിറ്റീസ് ഒന്നുമില്ല. ഇതിൻ്റെ ഒരു കേവല ആശയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതേ വാക്കുപയോഗിച്ച് മറ്റൊരു കസേരയും ഈ കസേര എന്ന് പറയാം. ബ്ലാങ്ഷോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയണത്, അതുകൊണ്ട് ഈ കസേര എന്ന വാക്കിൽ ഈ കസേര ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിതിനെ ഈ കസേര എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഈ കസേരയിൽ ഈ കസേര ഉണ്ടെങ്കിൽ ഈ കസേരയെ ഒരു സാമാന്യമായ പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതിന് മാത്രം പാകമായൊരു പദം വേണം. അതിന് മാത്രം പാകമല്ലാത്ത സാമാന്യമായൊരു പദം കൊണ്ട് ഈ കസേര എന്ന് പറയാൻ പറ്റുന്നത് ആ വാക്കിൽ ഇതില്ലാത്തത് കൊണ്ടാണ്, ഉള്ളതുകൊണ്ടല്ല, ഇതില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു വാക്കുപയോഗിച്ച് ഒരാശയത്തെ വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്, സൂചിപ്പിക്കാൻ പറ്റുന്നത് ആശയം അതിലുള്ളത് കൊണ്ടല്ല, ആശയം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ വ്യക്തമാണല്ലോ. ഇതൊക്കെ ബഷീർ ആലോചിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ വാക്യത്തിൽ നിന്നൊരു വഴി കണ്ടെത്താൻ പറ്റും ആലോചിച്ചാൽ. ഒന്നും എന്താണെന്ന് ചോദിച്ചാൽ 2 എന്ന് പറയുന്നത് ഒരു ഉത്തരമാണ്, അത് വലിയൊരു ഒന്നിൻ്റെ പേരാണ് എന്നത് കുറച്ചുകൂടി വലിയ ഉത്തരമാണ്. അതങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഭാഷയിലെ ഈ ഒരു പ്രശ്നത്തെ ബഷീർ ഏതോ നിലയിൽ കാണുന്നുണ്ട്. പിന്നെ എട്ടുകാലി മമ്മൂഞ്ഞിമാർ ആധുനിക ലോകത്തിൽ, അത് എല്ലാ കാലത്തും ഉണ്ടാവും. അത് ആധുനിക ലോകം പ്രാചീന ലോകം എന്നൊന്നുമില്ല. അതിൻ്റെ ആൾ നമ്മളാണ് എന്ന് എല്ലാ കാലത്തും മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ ഉയരത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന MTയിൽ ഈ ലക്ഷണം ആരോപിക്കാമോ? ഈ ലക്ഷണം എന്നുള്ളതുകൊണ്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. തന്നെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ സ്വന്തം എന്ന സ്വത്വത്തെ കുടഞ്ഞെറിയുക എന്നതാണ് വലിയ എഴുത്തുകാരൻ്റെ എന്ന് പറഞ്ഞു. മലയാളം വളരെ ഉയരത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന MTയിൽ ഈ ലക്ഷണം ആരോപിക്കാമോ? തീർച്ചയായിട്ടും MT ബഷീറിൻ്റെ അതേ അളവിൽ എന്ന് പറഞ്ഞുകൂടെ, ഓരോരുത്തരും ഓരോ നിലയ്ക്കാണല്ലോ. പക്ഷെ MTയിൽ ആവർത്തിക്കുന്ന ഒരു ഘടകമുണ്ട്, മറികടക്കപ്പെടുന്നൊരു ഘടകമുണ്ട്. ആവർത്തിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇപ്പോൾ 4 കെട്ട് പോലെയുള്ളൊരു സ്ട്രക്ചറിലൂടെ തുടരുന്നൊരു കാര്യത്തെ നിങ്ങൾക്ക് MTയുടെ എഴുത്തിൽ പലപ്പോഴും കാണാൻ പറ്റും. 4 കെട്ടിലെ അപ്പുണ്ണി തന്നെയാണ് പല രൂപത്തിൽ MTയിൽ ആവർത്തിക്കുന്നത്. അതിപ്പോൾ അസുരവിത്തല ഗോവിന്ദൻകുട്ടിയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാലത്തിലെ സേതുവായിട്ടുമൊക്കെ ഒരു ഔട്ട്സൈഡർ ഇങ്ങനെ MTയുടെ കൃതികളുടെ കേന്ദ്രത്തിൽ വരുന്നുണ്ട്. അത് ഒരു കാര്യമുള്ളത്, ഈ ഔട്ട്സൈഡർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ചരിത്രം ഉണ്ടാക്കിയ വലിയൊരു സംഘർഷത്തിൻ്റെ കൂടി അടയാളമാണെന്ന് കാണണം. അതായത്
ഈ പഴയ കുടുംബഘടനയൊക്കെ തകരുകയും അങ്ങനെ തകരുന്ന കുടുംബഘടനയുടെ നടുവിൽ ഒരു ഏകാഗിയായി പോയ പുറത്താക്കപ്പെട്ട അന്യനായി തീർന്നൊരു മനുഷ്യൻ ഒരു 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 പുതിയ സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് വരുന്നതാണ് എം ടിയുടെ എഴുത്തുകളുടെ ഒരു കേന്ദ്ര പ്രശ്നം. ആ പ്രശ്നത്തെ അദ്ദേഹം പല രൂപത്തിൽ കൊണ്ടുവരുന്നു. ഇപ്പം മഹാഭാരതത്തിലെത്തുമ്പോഴും വാസ്തവത്തിൽ ഭീമനിൽ ഈ അംശമുണ്ട്. ഈ പുറത്തായി പോകുന്ന ഒരാൾ എന്നതൊരു കുടുംബകഥയാണ് വാസ്തവത്തിൽ എം ടി രണ്ടാമൂഴത്തിൽ മഹാഭാരതത്തിൽ കാണുന്നത്. ഒരു കുടുംബകഥയുടെ ഒരു എക്സ്റ്റൻഷൻ കാണാം. അതേസമയം തന്നെ മറുഭാഗത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ മഞ്ഞിൽ വിമലയിലെത്തുമ്പോൾ മഞ്ഞില വിമലയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോൾ ഷർലക്ക് പോലുള്ള കഥകൾ അല്ലെങ്കിൽ ശിലാരേഖകൾ പോലുള്ള കഥകളിലൊക്കെ വരുന്ന സമയത്ത് ഈ ഫ്രെയിമിൽ നിന്ന് അദ്ദേഹം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനെ തന്നെ ഭേദിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം വാസ്തവത്തിൽ നമ്മുടെ ഇപ്പോൾ കേരളീയ ജീവിതത്തിലൊക്കെ ഈ അന്യത്വത്തെ ഒരു അനുഭവതലത്തിൽ ഒരുപക്ഷെ കൂടുതൽ വസ്തുതാപരമായിരിക്കുന്നത് എം ടിയുടെ എഴുത്തിലാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു മോഡേണിസ്റ്റ് ഔട്ട്സൈഡർ എന്ന നിലയിൽ ഖസാക്കിലെ രവിയാണോ കാലത്തിലെ സേതുവാണോ നമ്മുടെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കാലത്തിലെ സേതു ആയിരിക്കും. കാലത്തിലെ സേതു എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും. ഖസാക്കിലെ രവി, ഞാൻ ഖസാക്ക് മോശമാണെന്ന് പറയല്ലോ കേട്ടോ, വിജയൻ്റെ അതുല്യമായ ഭാവനയാണ്. അത് ഭാവന കൊണ്ട് സൃഷ്ടിച്ചെടുത്തൊരു അപരലോകമാണ്. മറിച്ച് ഖസാക്കിലെ കാലത്തിലെ സേതുവിനെ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും 1970 കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങളൊക്കെ ആ തലമുറയുടെ അവസാനത്തെ മനുഷ്യരാണ്. അതുകൊണ്ട് ഈ കാലത്തിലെ സേതുവൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു പലയിടത്തും. ഒരുപക്ഷെ നമ്മളും കൂടിയാണത്. ഖസാക്ക് അങ്ങനെയല്ല. ഖസാക്കൊരു ഒരു വൈലോപ്പിള്ളി പറയുന്നത് പോലെ കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം എന്ന് പറഞ്ഞ പോലെ ഒരു ആധുനികതയുടെ ഒരു ആദർശത്തെ ഒരു അപരലോകമാക്കി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നതിൽ ഇതുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ അന്യത്വത്തെ ചരിത്രപരമായി സ്ഥാനപ്പെടുത്തുന്ന ഒരു വർക്കാണ് എം ടിയുടേത്. അതൊരു അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നത് ഒരു മോശം കാര്യമായിട്ട് കാണണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചരിത്രത്തിൽ വേരുണ്ട് അതിന്.